വിശ്വപ്രകാശമേ, മംഗളദീപമേ, ആവഹിക്കൂ നിൻ ജ്വാലയാം ശക്തി. ഈ മുഹൂർത്തത്തിലെ ധന്യവേളയിൽ ഉജ്ജ്വലിക്ക നിൻ പഞ്ചമുഖാങ്കുനം. മംഗളധ്വനി നിർഭരം ഹൃത്തിലേ വന്നിനാളം നിറക്കട്ടെ ശുദ്ധത. കർമ്മ സാക്ഷിയാം മംഗളദീപമേ, നീ ജ്വലിക്ക തിളങ്ങട്ടെ മന്നിടം. നീ ജ്വലിക്ക തിളങ്ങട്ടെ മന്നിടം. ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം വാർഷികവും യാക്കര രാജയോഗ പാഠശാലയുടെ 10ാം വാർഷികത്തിൻ്റെയും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും ഈശ്വരീയ കുടുംബാംഗങ്ങൾക്കും ബ്രഹ്മകുമാരീസിൻ്റെ പേരിൽ ആദ്യം തന്നെ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഈശ്വരാനുഭൂതിയുടെ സുഖവും ശാന്തിയും വരും നിമിഷങ്ങളിൽ നിങ്ങൾക്കെല്ലാം പ്രാപ്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേക ക്ഷണിതാക്കളായ നിങ്ങൾക്കേവർക്കും ഓരോ ആത്മാവിനും ഒരിക്കൽ കൂടി മംഗളം നേരുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 100 കണക്കിന് രാജയോഗ പാഠശാലകളുടെയും ഈശ്വരീയ വിദ്യാലയങ്ങളുടെയും ചുമതലയും നേതൃത്വവും വഹിക്കുന്ന മീനാ ബഹൻജി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ ഒരു ശുഭമുഹൂർത്തത്തിലേക്കായി എത്തിയിരിക്കുന്നു. ബഹൻജിയുടെ ആധ്യാത്മിക പ്രഭാഷണ പരമ്പര ഇതിനകം മീഡിയകളിലൂടെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞു. സിസ്റ്റർ നമ്മെയും ആധ്യാത്മികതയുടെ ഔന്നത്യത്തിലേക്കും അനുഭൂതിയിലേക്കും നയിക്കുന്നതായിരിക്കും. ഗുരുവചനങ്ങൾ പോലെ സിസ്റ്ററെ നിങ്ങൾക്ക് കേൾക്കാം. എന്നും ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹയോഗിയായ തങ്കം ഹോസ്പിറ്റൽ ഓഫ് PMRCയുടെ ഡയറക്ടറുമായ ശ്രീ രാജ്മോഹൻ സാർ പ്രത്യേക ക്ഷണിതാവായി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ജില്ലയിൽ തന്നെ പേരുകേട്ട ഒരാശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തങ്ങൾ. അതിനോടൊപ്പം അദ്ദേഹം കർത്തവ്യമായി ഇതും ഏറ്റെടുത്ത് ഞങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിനും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ സ്വാഗതം സ്വാഗതം സ്വാഗതം. പ്രസിദ്ധമായ ഉദയ ആയുർവേദ റിസോർട്ടിൻ്റെയും ഉദയയുടെ പേരിലുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ചുമതല വഹിക്കുന്ന ചെയർമാനും MD-യുമായ ശ്രീ ഉദയ ദിവാകരൻ സാറും കുടുംബവും പ്രത്യേക ക്ഷണപ്രകാരം എത്തിയിട്ടുണ്ട്. ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ പേരിൽ അവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. യാക്കരയുടെ മഹത്വം വർദ്ധിപ്പിച്ച് ഒരു ചെറിയ മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് എളിയ രീതിയിൽ തുടങ്ങിയ സ്പെഷ്യൽ സ്കൂൾ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹത് സ്ഥാപനമായി വളർന്നെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ച ചിലരുടെ കൈകൾ അതിന് പിന്നിലുണ്ട്. അതിൻ്റെ കഠിനമായ പ്രയത്നവുമുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന കഴിമ്പുറം ഗോപിമാഷും കുടുംബവും വന്നിട്ടുണ്ട്. ഈശ്വരീയ നിമിത്തമായി 100 കുട്ടികൾക്കും ആത്മവിശ്വാസവും ദിശാബോധവും ഉണ്ടായിക്കൊടുത്ത ഗോപിമാഷിനും ശ്രവണ സംസ്കാര ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫിനും കുട്ടികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഞങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരികയും ഞങ്ങളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച് ഇത്തരമൊരു ചടങ്ങിലേക്ക് ഞങ്ങൾക്ക് ആനയിക്കുകയും ചെയ്തത് വാസ്തവത്തിൽ ഇതിൻ്റെ ഈ
കല്യാണ മണ്ഡപത്തിൻ്റെ ഉടമസ്ഥയും MD എല്ലാമായിട്ടുള്ള മാഡമാണ് പുഷ്പ മാഡം. ഞങ്ങൾക്കറിയാം. അവരുടെ പ്രോത്സാഹനവും ഞങ്ങൾക്ക് നിരന്തരമായിട്ടുണ്ടായിരുന്നു. അവർക്കും നിങ്ങളുടെ എല്ലാം പേരിൽ ബ്രഹ്മകുമാരസിൻ്റെ പേരിലും സ്വാഗതം സ്വാഗതം സ്വാഗതം. മറ്റു എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. കേകനാഥൻ ദീപങ്ങൾ തൻ ദീപം ഓം ശാന്തി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഭഗവാന്റെ സർവശക്തിവാനായ ഈശ്വരൻ്റെ ഓമന സന്താനങ്ങളെ, വിശിഷ്ടാതിഥികളെ, ഇന്ന് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം വാർഷിക ആഘോഷം. ഈ ആഘോഷത്തിൽ ദീപം തെളിയിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സുസ്വാഗതം. 1936 സിന്ധ് പ്രവിശ്യയിൽ ആരംഭിച്ച ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം അന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ സ്ഥാപകനായ പ്രജാപിത ബ്രഹ്മബാബ എന്നറിയപ്പെടുന്ന ഒരു വജ്ര വ്യാപാരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഭവനമായിരുന്നു ആദ്യ സത്സംഗസ്ഥാനം. വർഷങ്ങളോളം ആ ഭവനത്തിൽ നടന്ന ഈശ്വരീയ സത്സംഗം ആദ്യത്തെ 14 വർഷക്കാലം കുടുംബങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, മക്കൾ, മരുമക്കൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ. കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല. ജന്മം കൊണ്ടൊരു സ്കൂൾ മാഷിൻ്റെ പുത്രനായി ജനിച്ച്, പക്ഷെ സ്വന്തം ബുദ്ധി വൈഭവം കൊണ്ട് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായി മാറി. അദ്ദേഹം നമ്പർ 1 വജ്ര വ്യാപാരിയായിരുന്നു. ഇന്ത്യയിലെ വ്യാപാരികളുടെ പ്രസിഡന്റ് നിലവാരത്തിൽ വരെ അന്ന് തന്നെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ മുന്നിൽ നിന്നിരുന്ന ഒരാളായിരുന്നു. സമ്പത്ത് മാത്രമായിരുന്നില്ല, വ്യാപാരം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. അതിനേക്കാളും വലിയ സമ്പത്ത്, അദ്ദേഹം സദ്ഗുണസമ്പന്നനായിരുന്നു. സർവഗുണങ്ങളും. കുടുംബവും ഒരു ആദർശ കുടുംബം. ഭാര്യയും മക്കളോടുമൊപ്പം സമൂഹത്തിലെ ഏറ്റവും മാതൃകാപരമായ ജീവിതം ജീവിച്ച വ്യക്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 60 വയസ്സിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ചില ഈശ്വരീയ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ലൈഫ് മാറ്റിമറിക്കുകയുണ്ടായി. അതുവരെയും ഒരു ഭക്തിയുടേതായ ബാക്ക്ഗ്രൗണ്ടിൽ 13ഓളം ഗുരുക്കന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഓരോ ഗുരുവും ഈശ്വരന് തുല്യമായിരുന്നു അദ്ദേഹത്തിന്. എന്ത് ഗുരുമുഖത്ത് നിന്ന് ആജ്ഞ കിട്ടുന്നു അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരുന്ന ഒരു നല്ല വിഷ്ണു ഭക്തനായിരുന്നു. ഗീതയായിരുന്നു, ഗീതാജ്ഞാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വജ്രത്തിൻ്റെ ബിസിനസ്സിന് മുൻപ് തന്നെ ആദ്യം ഗീതയിലെ ഒരു ശ്ലോകം ഉരുവിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹം ബിസിനസ് നടത്തുമായിരുന്നില്ല. സാധാരണ ബിസിനസ്സുകാരനുമായിരുന്നില്ല, ഹോൾസെയിൽ ബിസിനസ്സുകാരനായിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇടപാട് ആ സമയത്ത് രാജകുടുംബങ്ങളുമായും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ വൈസ്രോയിമാരുമായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിയോടൊപ്പം തന്നെ ബിസിനസ് ഇടപാട് നടത്തിയിരുന്ന വളരെ ശ്രേഷ്ഠനായ ബുദ്ധിമാനായ വ്യാപാരിയും പക്ഷേ ആദർശമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനുമായിരുന്നു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരംഭിച്ച സത്സംഗമാണ് ഇന്ന് 145-ലധികം രാജ്യങ്ങളിൽ, ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ഭാരതീയ സംസ്കൃതിയെ, ആധ്യാത്മിക ജ്ഞാനത്തെ, രാജയോഗ ധ്യാനത്തെ, ജാതി മത സ്ത്രീ പുരുഷ പ്രായ ഭേദമന്യേ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും ഈ ശ്രേഷ്ഠ സംസ്കാരത്തെ കൊണ്ടുപോയി എത്തിച്ച് ഓരോ മാനവൻ്റെ ഉള്ളിലും മാനവ മൂല്യങ്ങൾ ഉണർത്തി ഒരു നല്ല ആത്മീയ അവബോധമുള്ള ഒരു സമൂഹം, സോൾ കോൺഷ്യസ് ലിവിങ്. അതാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ മുഖ്യ പാഠം. നമ്മളെല്ലാവരും സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല കോളേജ്, അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ട് അന്വേഷിക്കാറുണ്ട്, അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് കലിയുഗത്തിൻ്റെ അവസാന നാളുകളിൽ നമ്മളെല്ലാവരും കാണുന്ന കാഴ്ച, എത്ര നല്ല സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച് നമ്മളെല്ലാം അവരെയെല്ലാം എഞ്ചിനീയറും ഡോക്ടർമാരുമാക്കി മാറ്റാനുള്ള മത്സര ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പലപ്പോഴും അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാർക്കും ഏറ്റവും വലിയ വേവലാതി ഒരു നല്ല പുത്രനെ, ഒരു നല്ല പുത്രിയെ, ഒരു നല്ല മകൾ, ഒരു നല്ല മകൻ, ഒരു നല്ല മരുമകൾ, ഒരു നല്ല മരുമകൻ, ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല എഞ്ചിനീയർ, ഒരു നല്ല കൂലിപ്പണിക്കാരൻ, വീട്ടിലൊരു ജോലിക്ക് വരുന്ന ഒരാളാണെങ്കിൽ പോലും ആ നല്ലത് എന്ന് പറയുന്ന ഒരു ഡിഗ്രി, ആ പദവി, അതാണ്, ആ സർട്ടിഫിക്കറ്റാണെന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ കാരണത്താലാണ് സർവകലഹക്ലേശങ്ങൾ. പുറമേ നോക്കുമ്പോൾ നമുക്ക് പൈസയ്ക്ക് പൈസയുണ്ട്, പഠിപ്പിന് പഠിപ്പുണ്ട്, പദവിയുണ്ട്, വീടുകളെല്ലാം നമ്മൾ കൊട്ടാര സദൃശ്യമാക്കി മാറ്റി. ചൂടായാലും നമുക്ക് AC ഓൺ ചെയ്ത് കിടക്കാൻ പറ്റും. പക്ഷെ എത്ര മനസ്സമാധാനത്തോടെ നമുക്കെല്ലാവർക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ആദ്യം വ്യാധിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലുകൾക്ക് കുറവില്ല, മരുന്നുകൾക്കും കുറവില്ല, മിടുക്കന്മാരായ ഡോക്ടർമാർക്കും കുറവില്ല. എന്നിട്ടും രോഗങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ആധിയിൽ നിന്ന് വ്യാധി എന്ന് പണ്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആദിക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ലയോ അതുവരെ വ്യാധിയെ നമുക്ക് പൂർണ്ണമായും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് ചികിത്സ തരാൻ പറ്റും, പക്ഷേ സുഖപ്പെടുത്തുക, ഹീലിംഗ്, അത് ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബെസ്റ്റ് ഹീലർ, ഏറ്റവും നല്ല ഡോക്ടർ, എനിക്ക് എന്നെപ്പോലൊരു ഡോക്ടറെ മറ്റാരെയും നമുക്ക് കിട്ടില്ല. ആ ഹീലിംഗ് പ്രക്രിയ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് ഹീലറായി, ബെസ്റ്റ് ഡോക്ടറായി നമുക്ക് നമ്മളെ എങ്ങനെ സുഖചികിത്സയും നടത്താം. ഇനിയൊരു രോഗം വന്നാൽ ഒന്നുണ്ട് സുഖചികിത്സ. ആയുർവേദത്തിൽ നമ്മൾ രോഗത്തിന് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, രോഗം വരാതിരിക്കാനുള്ള സുഖചികിത്സകൾ നടത്താറുണ്ട്. അതേപോലെ ജീവിതയാത്രയിൽ നമുക്കെല്ലാവർക്കും ആവശ്യം ഒന്ന് ദേഷ്യം വന്ന് അനിയന്ത്രിതമായി ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മുടെ ഹാർട്ടിനെ എല്ലാം പിളർന്ന് നശിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ദേഷ്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ, ദേഷ്യപ്പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വരാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ, മനസ്സുകളുടെ അവസ്ഥ, മനസ്സാകുന്ന ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞ് 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 എല്ലാം ഒരു ഡൾ അവസ്ഥയിൽ ഡിമ്മായിരിക്കുക. ആർക്ക് കൊടുക്കാനാ?
ഹസ്ബൻഡ് പോയി വൈഫിനോട് ചോദിക്കും, വൈഫ് പോയി ഹസ്ബൻഡിനോട് ചോദിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിക്ഷാന്തേഹിയെ പോലെ സ്നേഹത്തിനായി, കരുതലിനായി, ബഹുമാനത്തിനായി, പരിഗണനയ്ക്കായി നമ്മളെല്ലാം ഭിക്ഷക്കാരെ പോലെ കൈനീട്ടുന്ന ഒരവസ്ഥയാണ്. ശാന്തിക്ക്, സമാധാനത്തിന്, സന്തോഷത്തിന്, ബഹുമാനത്തിന്. ഇതായിരുന്നു നമ്മുടെ ജീവിതയാത്ര. നൽകുന്നവരായിരുന്നു നമ്മൾ. സ്നേഹവും ബഹുമാനവും ആദരവും കരുണയും. ഇതുപോലെ ഇന്നും നമ്മൾ നമ്മുടെ ദേവീ ദേവതാ ക്ഷേത്രങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദേവീ ദേവന്മാരുടെയും കൈകൾ ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല. പക്ഷെ ഇന്ന് നമ്മൾ ഇങ്ങനെയും ഇത്രയും മാറ്റം, ഇത്രയും അധപ്പതനം, ഇത്രയും ഡിഗ്രഡേഷൻ ആണ് മാനവ ജീവിതത്തിലുണ്ടായത്. അതാണ് പറയണേ കുരങ്ങവസ്ഥ. മനുഷ്യൻ കുരങ്ങനായത് ക്വാളിറ്റി ഡിഗ്രഡേഷനാണ്. കുരങ്ങൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളോട് പറയാറുണ്ട് എവല്യൂഷൻ തിയറിയെക്കുറിച്ച്. യഥാർത്ഥത്തിൽ എവല്യൂഷൻ സംഭവിച്ചത് എവിടെയാണ്? ക്വാളിറ്റീസിലാണ്, ഗുണങ്ങളിലാണ്, ശക്തികളിലാണ്. നമ്മുടെ നന്മകളാണ് നഷ്ടപ്പെട്ടത്. കുരങ്ങൻ ഒരു ജീവി, ടോട്ടൽ സ്പീഷീസിൽ പറയാറുണ്ട്, കുരങ്ങനിലെ എല്ലാ ദുർവികാരങ്ങളും അതിൻ്റെ മൂർത്തിമദ്ഭാവത്തിലാണ്. കാമമാണെങ്കിലും നമ്പർ 1, ക്രോധമാണെങ്കിലും നമ്പർ 1, മോഹമാണെങ്കിലും നമ്പർ 1. പറയാറുണ്ട് കുരങ്ങനൊരു കുട്ടി ചത്തുപോയ ആ കുട്ടിയുടെ ഡെഡ് ബോഡിയെ പോലും ഇടില്ല, അതിങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും. അത്രയധികം അറ്റാച്ച്മെൻ്റാണ്. ഇന്ന് നമ്മളെന്താ മോശമാണ്? ഏത് ബന്ധങ്ങളിൽ അറ്റാച്ച്മെൻ്റ് നമുക്കില്ലാത്ത? ഇത്രയും ഒട്ടിപ്പിടുത്തമാണ്. ആ ഒട്ടിപ്പിടുത്തം കൊണ്ടാണ് എല്ലാ ഡിറ്റാച്ച്മെൻറ്റുകളും. കാരണം നിയമമാണ്, എവിടെ ഒരു ഒട്ടിപ്പിടുത്തമുണ്ടോ അവിടെ അവശ്യം ഒരു ഡിറ്റാച്ച്മെൻറ്റ് സംഭവിക്കും. ആ ഡിറ്റാച്ച്മെൻറ്റുകൾ നമുക്ക് വേദനകളായി മാറുകയാണ്. ആർക്കു വേണ്ടിയാണോ നമ്മൾ മുഴുവൻ ജീവിതം തപസ് പോലെ മക്കൾക്കായി, പേരമക്കൾക്കായി ഒഴിഞ്ഞു വെച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ടാവും. എന്തിന്? നമ്മുടെ മക്കൾ നമ്മളോടൊരു നിസ്സാര കാര്യത്തിനൊരു കള്ളം പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൽ എത്ര വേദനയുണ്ടാവുക. എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ മോൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെയല്ലല്ലോ വളർത്തിയത്. പക്ഷേ അപ്പോഴൊക്കെ തിരിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാറില്ല, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തമാശയ്ക്ക് വേണ്ടി പോലും ഞാനൊരു കള്ളം പറയാറില്ലല്ലോ. സത്യമേവ ജയതേ നമ്മുടെ രാജ്യമുദ്രയിലുണ്ട്, ഭാരതത്തിൻ്റെ മുദ്രയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളും എല്ലാവരോടും പറയും. പക്ഷെ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നവരെയുള്ള ജീവിതം നമ്മൾ നോക്കിയാൽ മനസ്സാ വാച കർമ്മണ, നമ്മുടെ വിചാരധാരയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ രാവിലെ മുതൽ വൈകുന്നവരെ നമ്മുടെയൊക്കെ കർമ്മക്ഷേത്രം എവിടെയാണോ? വീടാണോ? ജോലിസ്ഥലമാണോ? ബിസിനസ്സാണോ? ഉപജീവനത്തിന് വേണ്ടിയെന്ന് നമ്മൾ പറയും. പക്ഷേ ഉപജീവനത്തിന് വേണ്ടിയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ട്രാക്ക് വിട്ട് നമ്മൾ എത്ര ദൂരം അറിഞ്ഞും അറിയാതെയും സഞ്ചരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഭഗവാൻ പറയുന്നത്, മക്കളെ, സുഖവും ശാന്തിയും അതുവരെ നിങ്ങൾക്ക് ദൂരെയായിരിക്കും, ഇതുവരെ ജീവിതത്തിൽ പ്യൂരിറ്റി ഇല്ലയോ? സത്യതയും ശുദ്ധിയുമാണ് മാതാവ്. ആ മാതാവിൻ്റെ മക്കളാണ് സുഖവും ശാന്തിയും സമാധാനവും സമൃദ്ധിയും. അതുകൊണ്ട് ഇത് സമയമാണ്. നമ്മളെല്ലാവരും യാത്ര ആരംഭിച്ചത് സത്യുഗം മുതലാണ്. സത്യുഗം മുതലുള്ള ജീവിതയാത്രയുടെ ഒടുവിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് കൽപ്പാന്ത കാലമാണ്. ആഴ്ചയിൽ 7 ദിവസം പോലെ സത്യത്തേത ദ്വാപരക്കലി, കൽപ്പാന്ത കാലത്തിൽ യാത്രയുടെ ഒടുവിലാണ് നമ്മളെല്ലാം.
ഡ്രാമ സ്റ്റേജിൽ നമ്മളെല്ലാം ഇറങ്ങി വന്നിട്ട് ഭഗവാൻ പറയുന്നത് നീണ്ട യാത്ര ചെയ്തു കഴിഞ്ഞു. യാത്രയ്ക്കൊടുവിൽ നമ്മളിലെല്ലാവരിലും യാത്ര കാരണം ചില അഴുക്കുണ്ടായി. ഇവിടുന്ന് നമ്മളൊരു കേരള എക്സ്പ്രസ്സിൽ കയറി ഡൽഹിയിലേക്ക് പോയാൽ യാത്ര 2 ദിവസത്തെ ആണെങ്കിലും നമുക്കറിയാം ഇവിടുന്ന് കയറി അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രസ്സിൽ, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അഴുക്ക്. 2 ദിവസത്തെ യാത്ര. പക്ഷെ ജീവിതയാത്ര, ആത്മാവാകുന്ന ഈ ചൈതന്യം ശരീരമാകുന്ന ഈ വസ്ത്രം ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ നീണ്ട യാത്രയിലാണ് നമ്മളെല്ലാം. കാരണം ഈ വസ്ത്രം മാത്രമല്ലേ നമ്മൾ മാറുള്ളൂ. ഈ ചൈതന്യം ഒരു ശരീരം വിടുന്നു, അടുത്ത ശരീരം എടുക്കുന്നു. ജനന മരണത്തിൻ്റെ നീണ്ട യാത്രയിലാണ്. ആ യാത്രയിൽ യാത്ര ചെയ്തിപ്പോൾ എന്തായി? കുറച്ചധികം അലോയെ, കലർപ്പ്, മിക്സിങ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അറിഞ്ഞും അറിയാതെയും കയറിക്കൂടി. ആഗ്രഹമില്ല നമുക്കാർക്കും കള്ളം പറയണമെന്ന്, തെറ്റ് ചെയ്യണമെന്ന്. കാരണം നമുക്കിഷ്ടമില്ലാത്ത, നമ്മുടെ മുന്നിലൊരു തെറ്റ്, മാഷ് എൻ്റെ മുന്നിലൊരു തെറ്റ് ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. 4 മാഷിനോട് ഇങ്ങനെ ചെയ്തില്ലേ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ പറയുമ്പോൾ എന്നോടൊരാൾ ദേഷ്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ രാവിലെ മുതൽ നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ എത്ര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യം പോട്ടെ, നമ്മളുടെ അടുത്ത് മുഖത്തിൻ്റെ ഭാവം ഒന്ന് മാറിയ കണ്ടില്ലേ, അമ്മയുടെ മുഖം മാറിയത്, അച്ഛൻ്റെ മുഖം മാറിയത്. എന്തിന്? നമ്മളൊരു ഫംഗ്ഷനിൽ കയറിപ്പോയി, അവിടെ ഒരാൾ ഒരു വിവാഹവേളയിൽ ഒരു അച്ഛനും അമ്മയും എത്ര തിരക്കിലായിരിക്കും. എന്നാൽ പോലും അവിടെ പോകുമ്പോൾ നമ്മളെ കണ്ടു അല്ലെങ്കിൽ മിണ്ടിയില്ല. അവർ മനഃപൂർവ്വമായിരിക്കില്ല, തിരക്കിലായിരിക്കും. പക്ഷെ നമ്മളത് നമ്മുടെ തലയിൽ എത്ര വലിയതായി കണ്ടില്ലേ, അവർ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ പോയേ. എന്നിട്ട് നമ്മളെ കണ്ടിട്ട് ചിലപ്പോൾ നമ്മളെ മുന്നിലൂടെ പോയിട്ടുണ്ടാവും. നമുക്കും അറിയാം പല കാര്യവ്യവഹാരങ്ങൾ കാരണം ഒരു പക്ഷേ അറ്റൻഷൻ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് എത്ര വലിയ ഇഷ്യൂ ആക്കി മാറ്റും. ഫംഗ്ഷൻ പോട്ടെ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ദീർഘകാലം കൊണ്ട് മിണ്ടാതിരിക്കുന്ന എത്ര പേരുണ്ട്. ഹസ്ബൻഡ് വൈഫ്, ആങ്ങള പെങ്ങള്, അച്ഛനോട് അമ്മയോട് പിണങ്ങിയിരിക്കുന്ന എത്ര പേരുണ്ട്. ഓഫീസിൽ ഡെയിലി ഇടപെടേണ്ടവരാ, എന്നാൽ പോലും ബോസിൻ്റെ അടുത്ത് തെറ്റിയിരിക്കുക, കൂടെയുള്ളവരോട് തെറ്റിയിരിക്കുക, ഇടപെടുക. എത്ര ദിവസം നമ്മൾ പിണങ്ങിയിരിക്കണേ. കുറച്ച് ദിവസം മുമ്പ് ഒരു അമ്മ ഭയങ്കര ദുഃഖത്തോടെ വന്നു. എന്തിനാ ഇത്ര കരയണേ ചോദിച്ചു. സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് എത്ര 2 വർഷമായി, എപ്പോഴും ഇത്ര ദുഃഖം. മരിച്ചതിൻ്റെ ദുഃഖമല്ല സിസ്റ്ററെ, എൻ്റെ ദുഃഖം എന്താണ്? ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോഴാണ്, ആ പിണക്കത്തിൻ്റെ ഇടയിലാണ് ആക്സിഡൻറ്റ് നടന്നത്. അതിന് മുമ്പ് 6 മാസമായിട്ട് ഞങ്ങൾ മിണ്ടാറുണ്ടായിരുന്നില്ലേ. ഒരു വീട്ടില ഞങ്ങൾ 2 ആളേ ഉള്ളൂ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ വെക്കും, അദ്ദേഹം സമയത്ത് വന്ന് കഴിക്കും. ഒരു വീട്ടില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് 6 മാസമായി. മരിച്ചതിനേക്കാളും വലിയ ദുഃഖം എന്താണ്? പിണക്കത്തിൻ്റെ. നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കൂ. ഒരു സെക്കൻഡിൻ്റെ പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ജീവികളാണ് നമ്മളെല്ലാം. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഓട്ടത്തിൻ്റെ ഇടയിൽ, നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ നമ്മളെല്ലാം സമ്പാദിക്കാനുള്ള ഓട്ടം, പദവികളുടെ പിന്നാലെയുള്ള ഓട്ടം, പേരിൻ്റെയും പ്രശസ്തിയുടെയും നമ്മളെല്ലാം പിടിച്ചടക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നന്ന് രാത്രി നമ്മൾ ബെഡിൽ പോയി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം, രാവിലെ മുതൽ വൈകുന്ന വരെയുള്ള എൻ്റെ ഒരു ദിവസത്തിൻ്റെ ലൈഫ് ജേർണി ഒരേ ഒരു ദിവസം മാത്രം ചെക്ക് ചെയ്ത് നോക്കൂ. രാവിലെ മുതൽ വൈകുന്ന വരെ ഞാൻ എന്താ എല്ലാവർക്കും കൊടുത്തത്? ഞാൻ എന്താ കൊടുത്തേ? എന്തായാലും നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. മനസ്സിൽ തോട്ട്സ് വരുന്നുണ്ട്, വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി, എന്തെല്ലാം കാര്യവ്യവഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശരീരം, നമ്മുടെ ധനം, നമ്മുടെ പോസ്റ്റ്, പൊസിഷൻ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കണോ? നമ്മളുടെ ഓട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ എന്താണ് എല്ലാവർക്കും കൊടുത്തത്? എന്നെ എല്ലാവരും ഓർമ്മിക്കുകയാണെങ്കിൽ എല്ലാവരും എന്നെ എങ്ങനെ ഓർമ്മിക്കും?
ഫുൾ ഡേ മീന സിസ്റ്ററും ഓടുകയാണ്. പക്ഷെ മീന സിസ്റ്റർ ഒരാൾ ഓർമ്മിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? രാവിലെ മുതൽ വൈകുന്നവരെ ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്നു, ത്രൂ ഔട്ട് ദ ഡേ ഞാൻ ആരുടെ എല്ലാം കൂടെ ഇടപഴകുന്നു, എൻ്റെ സങ്കല്പവും വാക്കും കർമ്മവും കൊണ്ട് ഞാൻ എന്താ കൊടുത്തത്? ആ കൊടുത്തതിനനുസരിച്ചുള്ളതാണ് നമുക്കെല്ലാവർക്കും കിട്ടുന്നത്. അതാണല്ലോ കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാം പഠിപ്പിച്ചത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം താൻ അനുഭവിച്ചിടുകന്നേ. അത് കീർത്തനമായിരുന്നപ്പോൾ നമുക്കൊരു തമാശയായിരുന്നു. അത് മുത്തശ്ശി ജപിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഭക്ഷണം കിട്ടാൻ വേണ്ടി അച്ഛനെ അമ്മയെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജപിക്കും. നമ്മൾ ജപിക്കുമ്പോഴെന്താ വിചാരിച്ച് ഇതൊക്കെ ദൈവം കേൾക്കാനുള്ളതാണ്. പക്ഷേ സയൻസ് പഠിച്ചപ്പോൾ, നമ്മളെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിനെ സ്വീകരിച്ചു. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് ആ കീർത്തനം. പക്ഷെ അത് കീർത്തനമായപ്പോൾ സ്പിരിച്വലാണ്, അത് ആത്മീയതയാണ്, അത് ആത്മീയതക്കാർക്കുള്ളതാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സയൻസ് പഠിപ്പിച്ചപ്പോൾ, ന്യൂട്ടൺ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങി. പക്ഷേ അത് നമ്മുടെ ലൈഫിനും ആപ്ലിക്കബിൾ അല്ലേ? എനർജി, കാരണം നമ്മളുമാരാണ്. ഇത് മാറ്ററാണ്, ഇത് എനർജിയാണ്. ഈ എനർജിയുടെയും മാറ്ററിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ ഒരു ഹ്യൂമസ് പാർട്ടും നമ്മളൊരു ബീയിങ് പാർട്ടുമുണ്ട്. എൻ്റെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പരമാത്മാ സർവശക്തിവാൻ പ്രഭു ഈ ഭൂമിയിൽ വന്ന് 88 വർഷം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബീയിങ് ആയിട്ട് ജീവിക്കാനാണ്. കാരണം നമ്മൾ വെറും ഡൂയിങ്സ് അല്ല, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഇതൊരു മൈക്കാണ്, ഇതൊരു സ്റ്റാൻഡാണ്, ഇതൊരു ജഡവസ്തുവാണ്. ഇതിന് ഡൂയിങ് ജോലി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡൂയിങ്, ഈ വസ്തുവിനെ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ബീയിങ് വേണം. അതുപോലെ നമ്മൾ വെറും മെഷീൻസ് അല്ല. ഫുൾ ഡേ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും ഫോണും ഒക്കെ മെഷീൻസ് ആയിരിക്കാം, പക്ഷെ യൂസ് ചെയ്യുന്ന നമ്മളെല്ലാം ബീയിങ്സ് ആണ്. ഒരു ചൈതന്യമാണ്. നമുക്ക് കഴിക്കാനും കുടിക്കാനും ഉറങ്ങാനും മാത്രമുള്ള സാധന സാമഗ്രി പോരാ. നമ്മുടെ മക്കൾക്കും ബുക്കും ബാഗും ചെരുപ്പും വാച്ചും വണ്ടിയും മാത്രം പോരാ. ആ സാധന സാമഗ്രികൾക്കുപരി നമ്മളും ചിന്തിക്കണം. ബീയിങ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? ഞാൻ എന്താണോ എൻ്റെ കൂടെയുള്ളവരെന്ന് എക്സ്പെക്റ്റ് ചെയ്യണേ. ഒരു വൈഫ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം? അപ്പോൾ തിരിച്ച് നമ്മൾ ആലോചിക്കണം, ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ എന്നിൽ നിന്ന് അവരെന്ത് പ്രതീക്ഷിക്കും? അത് ഞാൻ കൊടുക്കണുണ്ടോ? ഒരു ബോസ് എന്ന നിലയിൽ എൻ്റെ താഴെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കും? ഞാൻ എൻ്റെ ജോലിക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കും അവരിൽ നിന്നുള്ള നല്ല സഹയോഗം, നല്ല പാർട്ടിസിപ്പേഷൻ, നല്ല അധ്വാനം. അപ്പം തിരിച്ച് ഞാനൊരു നല്ല ബോസ്സാകുന്നത് എപ്പോഴാണ്? പൈസ മാത്രം കൊടുത്തതുകൊണ്ട് നമ്മളൊരു നല്ല ബോസ്സാകില്ല. കൃത്യസമയത്ത് ശമ്പളം കൊടുത്തതുകൊണ്ട് മാത്രം അതും അതിൽ വരുന്നതാണ്, അതും ഉണ്ടാവണം. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ഇത് നമ്മുടെ ഒരു പെരുമ. എന്തിനൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോലെ നമ്മളെന്താ പറയുക? അവർ നല്ല ഡോക്ടറാണ്, നന്നായി പെരുമാറി, ക്ഷമയോടെ കേട്ടു. അപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനേക്കാളും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കിയൊന്ന് ചിരിച്ചാൽ തന്നെ നമ്മുടെ ഭൗതിക അസുഖം മാറും. ഈശ്വരി വിശ്വവിദ്യാലയം ആ നല്ലത് എന്ന് പറയണേ. ഡോക്ടറാകാൻ നമുക്ക് MBBS കോളേജിൽ പോയാൽ മതി, ഒരു നല്ല ഡോക്ടറാകാൻ, ഒരു നല്ല അമ്മയാകാൻ. കാരണം ഇന്നത്തെ ദാരിദ്ര്യം അതിൻ്റെയാണ്. പണ്ടത്തെ പോലെ ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും ഒന്നും ദാരിദ്ര്യം ഇല്ലല്ലോ. ഇന്ന് ദാരിദ്ര്യം ഏതിനാണ്? ശുദ്ധമായ സ്നേഹത്തിന്, കളങ്കമില്ലാത്ത കറയില്ലാത്ത സ്നേഹത്തിന്, ശുദ്ധമായ വിശ്വാസം. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാ വിശ്വാസം എന്ന് നോക്കൂ. അച്ഛനമ്മയുടെ മേലെ എന്താ വിശ്വാസം? ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പോലും സംശയമാണ്. നീ എൻ്റെ ഫോൺ എടുത്തോ, എൻ്റെ ഫോൺ തൊടരുത്, പേഴ്സണലാണ്. ഹസ്ബൻഡ് വൈഫിൻ്റെ ഫോൺ തൊടാൻ പാടില്ല, വൈഫ് ഹസ്ബൻഡിൻ്റെ, മക്കളുടെ ഫോൺ തൊടാൻ പാടില്ല. എല്ലാവരും വാതിൽ അടച്ചടച്ച് റൂമുകൾക്കുള്ളിലാണ്. വാതിലും അടച്ചു, ഫോണും നമ്മൾ ലോക്ക് ചെയ്തു, എല്ലാം ലോക്കാണ്. ആ ലോക്ക് നമ്മളെ ലോക്കപ്പിൽ കൊണ്ടുപോയി.
ഇതാണ് ലോക്കപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ, ഇതാണ് നമ്മളെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. നമ്മളെല്ലാം നമ്മുടേതായ ജയിലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്യുക, ജയിലിൽ പോവുക. കാരണം ഓരോ ലോക്കുകളും നമ്മളെ മിസ്റ്റേക്കിലേക്ക് മേലെ മിസ്റ്റേക്കിലേക്ക് കൊണ്ടുപോകും. പണ്ട് നമ്മളോട് പറയില്ലേ, കൂട്ടുകുടുംബം എത്ര അനുഗ്രഹമായിരുന്നു എന്ന് പഴമക്കാർ ഇപ്പോഴും പറയും. കാരണം എന്താ? അവിടെ നമുക്ക് തെറ്റിനുള്ള ചാൻസുകൾ വളരെ റെയറാകും. ആരുടെയെങ്കിലും കണ്ണിൽ പെടും, ആരെങ്കിലും പിടിച്ചു കളയും. അപ്പം നമുക്ക് മിസ്റ്റേക്ക് അധികം വരില്ല. അത് മക്കളായാലും മക്കളുടെ മക്കളായാലും, ഒരു വീട്ടിൽ തന്നെ 40-50 പേരല്ലേ, ഒരാളുടെയെങ്കിലും കണ്ണിപ്പെടാതിരിക്കില്ല, വഴുതി പോകാൻ പറ്റില്ല നമുക്ക്. സോ വി ആർ സേഫ്. അത്രയും സേഫ്റ്റി, സെക്യൂരിറ്റി നമ്മുടെ എല്ലാം ജീവിതത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആ സേഫ്റ്റി, സെക്യൂരിറ്റിയുടെ വാതിലുകൾ നമുക്കാർക്കും ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കിപ്പം വീട്ടിൽ നിന്ന് ആർക്കും പഠിക്കണ്ട. എന്താ, ഇന്ത്യയിൽ പഠിപ്പും കോളേജും ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ വിചാരിക്കരുത്. ഒറ്റയ്ക്ക് കാരണം സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്ന് പഠിക്കാൻ താല്പര്യമില്ല, വീട്ടിൽ നിൽക്കാൻ വയ്യ, ദൂരേക്ക്. ഒന്നുണ്ട്, ഒരു കാര്യം കൊണ്ട് പോണേ. പക്ഷേ ഇന്നിപ്പോൾ അതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക. ഈ ഫാഷൻ്റെ പിന്നിൽ അപായങ്ങളും അപകടമണികളും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവനവൻ്റെ വീട്ടിൽ പോലും പരസ്പരം ഒന്ന് നോക്കി ചിരിക്കാൻ നമുക്ക് മടിയാ. ഒന്ന് കണ്ടാൽ ചിരിക്കാൻ എത്ര ആലോചിക്കും. അവർ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നമ്മൾക്ക് പിന്നെയും മസിൽ പിടിച്ചുകൊണ്ടിരിക്കും. എന്ത് മസിൽ പിടുത്താൻ നമ്മളെ പിടിക്കണേ? എവിടേക്കും നമ്മളെ പോണേ? എത്ര ചിരിക്കുന്നു അത്രയും നമ്മുടെ ആയുസ് കൂടും, അത്രയും ആരോഗ്യം കൂടും. ഒരാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവർക്ക് എത്ര സന്തോഷം കിട്ടും. വേറെ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഹൃദയത്തിനൊരു സന്തോഷം കൊടുക്കാൻ പറ്റിയ, രാവിലെ നമ്മുടെ വീട്ടിൽ പേപ്പർ ഇട്ടിട്ട് പോകുന്ന ഒരാളെ നോക്കി നമ്മളൊന്ന് ചിരിച്ച് അവർക്ക് എത്ര സന്തോഷമുണ്ട്. പൈസ കൊടുത്താൽ പേപ്പർ വാങ്ങണേ, ചിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന് പോയപ്പോൾ സാർ എന്നെ കണ്ട് ചിരിച്ചു. ഒറ്റ തോട്ട്. ആ സൈക്കിളും ചവിട്ടി വണ്ടി ഓടിച്ച് മഴയത്തും കാറ്റത്തും രാവിലെ നേരത്തെ പേപ്പറും കൊണ്ട് വരുന്നുണ്ട്. എത്ര സന്തോഷം അവർക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതയാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും സമ്പാദ്യം എന്താണ്? ഭഗവാൻ പറയണ, മക്കളെ, ഇതൊക്കെയാണ് നിങ്ങളുടെ അവിനാശി സമ്പാദ്യം. നിങ്ങൾ എന്ത് കൊടുക്കണോ മക്കളെ, അത് നിങ്ങൾക്ക് കിട്ടും. ഈ കൊടുക്കൽ വാങ്ങലാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഇരുമുടിക്കെട്ട്. അമ്പലത്തിൽ പോകുമ്പോൾ, അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ തലയിൽ ഇരുമുടിക്കെട്ടും എന്തി പോവും. ടോട്ടൽ ജീവിതയാത്ര ഇരുമുടിക്കെട്ടുമായിട്ടാണ്. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയണേ, മക്കളെ, നിങ്ങളീ നശിക്കുന്ന ദേഹമല്ല, ഇതിനുള്ളിൽ നിങ്ങളൊരു ആത്മചൈതന്യമാണ്. ഇത് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട്. ആത്മാവുണ്ട്. മരണ വീട്ടിൽ പോകുമ്പോൾ ആത്മാവ് പോയി പറയും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഡ്രൈവർ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ആവശ്യം. ഡ്രൈവറാണെന്ന ബോധത്തിൽ വണ്ടി ഓടിക്കുക. പക്ഷേ ഈ ഡ്രൈവർ കോൺഷ്യസ്നെസ് പോയതുകൊണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ കൈവിട്ട് പോവുകയാണ്. അപ്പോഴാണ് തെറ്റുകൾക്ക് മേൽ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. കാമത്തെ നിയന്ത്രിക്കാൻ വയ്യ, ക്രോധത്തെ നിയന്ത്രിക്കാൻ പറ്റണില്ല. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് പിന്നീട് ഒരു സെക്കൻഡിൽ അൺകൺട്രോൾഡായിട്ടുള്ള വാക്ക് വർഷങ്ങളോളം ബന്ധങ്ങൾ നശിപ്പിക്കുക. പിന്നെ എത്ര ഫോൺ വിളിക്കണം നേരെയാക്കാൻ, എത്ര മധ്യസ്ഥർ വരണം, എന്നിട്ട് നേരെയാവുണ്ടോ? ഇന്നലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർക്ക് കേട്ടാൽ വണ്ടർ തോന്നും. ഞാനൊരു സംഭവം പറയട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ഇന്നൊരു കല്യാണം നടന്നു. ആ കല്യാണ ദിവസം തന്നെ ഡൈവോഴ്സായി. എന്ന് കല്യാണം നടന്ന അന്നത്തെ ദിവസം തന്നെ ഡൈവോഴ്സിൻ്റെ തീരുമാനമായി. സെക്കൻഡ് ഡേ അല്ല സിസ്റ്ററെ, തേർഡ് ഡേ അല്ല, ആഫ്റ്റർ 1 year അല്ല, 1 month അല്ല, അതേ ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മുടെയൊക്കെ മനസ്സുകളുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഇതൊരു ടൈമാണ്, ഒരു റീതിങ്കിങ്ങിൻ്റെ ടൈമാണ്. ഇത് ആരുടെയും കുറ്റമല്ല. കാരണം ജീവിതയാത്രയിൽ ബാറ്ററി ചാർജ് പോയി. ഇതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്.
ഇത് റിയലൈസ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നിങ്ങളെല്ലാവരും ഇന്ന് ഈ 88ാം വാർഷികത്തിൽ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ദീപം കൊളുത്താൻ തന്നെ ക്ഷണിച്ചതിൻ്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൽ അങ്ങനെ ഒരു കൈവിളക്കായി മാറി നിങ്ങൾക്കേവർക്കും ഒന്ന് നിങ്ങളുടെ കുടുംബം, നിങ്ങളിൽ നിന്ന് അനേക കുടുംബം, എത്ര ബന്ധങ്ങളും ബന്ധുത്വങ്ങളും എത്ര വലിയ പോസ്റ്റും പൊസിഷനിലൂടെയും നിങ്ങൾ ഓരോരുത്തരും എത്ര അസോസിയേഷനിലുണ്ടോ, നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ റിയലൈസ് ചെയ്യേണ്ട വസ്തുത നമ്മളിലും ഈ വെളിച്ചം തെളിയണം. നമുക്ക് ഈ വെളിച്ചം മറ്റുള്ളവർക്ക് ഒരു കൈവിളക്ക് ഉപയോഗിച്ച് ഒരു നിലവിളക്ക് കൊളുത്താൻ പറ്റും. ഇന്ന് നമ്മൾ ഈ 108 ദീപം തെളിയിക്കുമ്പോൾ കൈവിളക്ക് കൊണ്ടേ ദീപങ്ങൾ അനേകം തെളിയിക്കാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും ആ കൈവിളക്കുകളാണ്. അതിനാണ് ഭഗവാൻ നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കണേ. അതായത് ഈ സമയം നമ്മൾക്കെല്ലാവർക്കും ഒരു റീതിങ്കിങ്ങിൻ്റെ അവസരമാണ്. എവിടെയാണ് ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടായിരിക്കണേ, ആ മിസ്സിംഗ് ലിങ്ക് കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഓരോരുത്തരും നിമിത്തമാക്കുക. അവിടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് കേവലം ശരീരബോധം, കേവലം അതിഭൗതികതയുടെ പിന്നാലെ ഓടുന്ന ഒരു ജീവിയായിട്ട് നമുക്കിനി ജീവിച്ച് മുന്നോട്ട് പോകാൻ അധിക കാലം പറ്റില്ല. ബന്ധങ്ങളിൽ മാത്രമല്ല, പ്രകൃതിയിൽ പോലും നിങ്ങൾ നോക്കൂ. ക്ലൈമറ്റ് ചേഞ്ച് തന്നെ ഇന്ന് ഏറ്റവും വലിയ ഗ്ലോബൽ ഇഷ്യൂ ക്ലൈമറ്റ് ചേഞ്ചാണ്. ഏറ്റവും കൂടുതൽ കോൺഫറൻസുകൾ നടക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്. 5 തത്വങ്ങളും അതതിൻ്റെ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം സാക്ഷിയായി അനുഭവിയായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാണെങ്കിൽ അങ്ങേയറ്റം, മഴ പെയ്യുമ്പോൾ അങ്ങേയറ്റം, ഒന്നിലും ബാലൻസിങ് ഇല്ല. 5 തത്വങ്ങളും, ഒരു സ്ഥലത്ത് വെള്ളം അതിൻ്റെ ഇളകിയാട്ടം, ഒരു സ്ഥലത്ത് അഗ്നി തത്വം, ഒരു സ്ഥലത്ത് കാറ്റ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ കോണുകളിലെ ഈ 5 തത്വത്തിൻ്റെ താണ്ഡവം അവിടെ നടക്കുകയും അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ തന്നെ സഹോദരാത്മാക്കൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും. പിന്നെ മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ ഇത്രയധികം സയൻസും ടെക്നോളജിയും കൊണ്ടുണ്ടാക്കിയെടുത്ത സാധന സാമഗ്രികൾ വെച്ചുള്ള സ്പർദ്ധ, പോര്, യുദ്ധഭീഷണികൾ, യുദ്ധകാഹളങ്ങൾ, അത് മറുഭാഗത്ത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഇതാണ് കലികാല വിശേഷങ്ങൾ നമ്മൾ കാണണേ. അപ്പം ഭഗവാൻ പറയുന്നത്, മക്കളെ, ജീവിതയാത്രയുടെ അവസാന എപ്പിസോഡാണ്. കാരണം ഈ ആത്മചൈതന്യം ദേഹമാകുന്ന വസ്ത്രം മാറി മാറി നമ്മുടെ നാടകം ഇവിടെ പൂർത്തിയാക്കാൻ പോവാണ്. ഭഗവാൻ പറയുന്നത്, ഈ നാടകം പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക്, ആ പരമേശ്വര സന്നിധാനത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മളിരിക്കുന്നത് യാഗക്കരയിലാണ്, വിശ്വേശ്വരൻ്റെ അടുത്താണ്. ആ വിശ്വ ഈശ്വരൻ, മുഴുവൻ വിശ്വത്തിൻ്റെ പേര് തന്നെ നോക്കൂ, വിശ്വ ഈശ്വരൻ. മുഴുവൻ വിശ്വത്തിന് ഒരു നാഥനേ ഉള്ളൂ. ആ നാഥൻ നമ്മളെല്ലാ ആത്മാക്കളുടെയും മാതാവും പിതാവും, അതാണ് ശിവഭഗവാൻ. ആ ശിവപരമേശ്വരൻ നമ്മുടെ ശരീരത്തിന് മാതാപിതാവ് ഉള്ളതുപോലെ ആത്മാവിൻ്റെ അച്ഛനാണ് പരമാത്മാ. ആത്മാക്കളുടെ നാഥനെയാണ് വിശ്വനാഥൻ എന്ന് പറയണേ. അതാണ് വിശ്വേശ്വരൻ. ആത്മാവ് ഒരു ജ്യോതിയായിരിക്കുന്നത് പോലെ വിശ്വനാഥൻ, വിശ്വപിതാവ് ശിവഭഗവാനും പരമ്പൊരുളാണ്, പരം ജ്യോതിയാണ്, പരമസത്യമാണ്. അതുകൊണ്ടാണ് സത്യം, ശിവം, സുന്ദരമെന്ന് നമ്മൾ വാഴ്ത്തുന്നത്. ആത്മാവ് ഒരു ലൈറ്റായിരിക്കുന്നത് പോലെ ആ പരമ ലൈറ്റുമായിട്ട് നമുക്ക് കണക്ഷൻ വെച്ച് കറണ്ട് എടുക്കാനുള്ള ടൈമാണിത്. എന്നാലേ ഈ ബാറ്ററിക്ക് ചാർജ് ഉണ്ടാകുള്ളൂ. കേവലം നമുക്ക് തൊഴുതിട്ട് പോയാൽ മാത്രം പോരാ, നമ്മുടെ സങ്കടം ഇറക്കി വെച്ചാൽ മാത്രം പോരാ, ഈ ബാറ്ററി റീചാർജും കൂടി ആവണം. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നു പോയി അതേ ആളാവരുത് നമ്മൾ. വീട്ടിൽ അമ്പലത്തിൽ വന്നു പൂജ ചെയ്തു, അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വെച്ചു, എല്ലാം ചെയ്യണു, തിരിഞ്ഞു നിന്ന് വീണ്ടും ദേഷ്യം, കലഹം. പിന്നെ നമ്മൾ ചെയ്യുന്ന പൂജയുടെയും ഭക്തിയുടെയും ജപതപത്തിനൊക്കെ എന്താ അർത്ഥം? അതുകൊണ്ടാണ് പലരും ഭക്തിയോടും ഈശ്വരനോടൊക്കെ ദേഷ്യം. നിങ്ങൾ ദിവസവും പോകുന്നുണ്ടല്ലോ അമ്പലത്തിൽ, നിങ്ങൾ ദിവസവും പൂജ ചെയ്യണ്ടല്ലോ, എന്നിട്ട് നിങ്ങളുടെ ദേഷ്യത്തിന് ഒരു കുറവുമില്ലല്ലോ, നിങ്ങളുടെ നാവിന് യാതൊരു നിയന്ത്രണവും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ ഭക്തി ചെയ്യുന്നത് ഞാൻ ചെയ്യാത്തതും എന്താ? ഇപ്രകാരം കളിയാക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യും. എൻ്റെ അർത്ഥം എന്താണ്? ശരിയായ ഭക്തി ഈ ബാറ്ററിക്ക് ചാർജ് തരും.
കണക്ഷൻ വെച്ചാൽ കറണ്ട് കിട്ടും. കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ആകുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നിയന്ത്രണം ഉണ്ടാവും. അതാണ് ചാർജ് ആകുന്ന ബാറ്ററിയുടെ തെളിവ്. ചാർജ് ചെയ്യപ്പെട്ട കണ്ണിലും കാതിലും നാവിലും എല്ലാം കൺട്രോൾ വരും. പറയേണ്ടതേ പറയും, കാണേണ്ടതേ കാണൂ, കേൾക്കേണ്ടതേ കേൾക്കൂ. കയ്യിൽ ഈ പെട്ടി ഉണ്ടെങ്കിലും ഈ പെട്ടി വെച്ച് അനാവശ്യ കളികളെ കളിക്കില്ല. ഈ പെട്ടി സതുപയോഗമേ ചെയ്യൂ. നമുക്കെല്ലാം കളിക്കാൻ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ, ചിലരുടെ കയ്യിൽ 1, 2 കളിപ്പാട്ടമുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യേ ചെയ്യുള്ളൂ. മിസ്യൂസിങ് നമ്മൾ ചെയ്യില്ല. എങ്ങനെയാണെങ്കിൽ ഇവിടെ ചാർജ് ഉണ്ടെങ്കിൽ. സോ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ സ്വയം ശിവ പരമാത്മാവിനാൽ ആരംഭിച്ച ഈ വിശ്വവിദ്യാലയം ദാദാ ലേഖരാജ് എന്ന് പറയുന്ന വജ്രവ്യാപാരിക്ക് ശിവപരമാത്മാവിൽ നിന്ന് കിട്ടിയ ദർശനം, അദ്ദേഹത്തിന് ആത്മജ്ഞാനം കിട്ടി. ഞാൻ ഈ നശിക്കുന്ന ദേഹമല്ല, ഞാനൊരു ആത്മചൈതന്യമാണ്. അദ്ദേഹത്തിന് ഫീൽ ചെയ്തു ഞാനൊരു ഡിവൈൻ ലൈറ്റാണ്. ഭാര്യ, മക്കള്, പേരമക്കള് ഓരോരുത്തരെ പ്രതിയും എല്ലാവരും ആ നശിക്കുന്ന ശരീരത്തിനുള്ളിൽ അനശ്വര ആത്മചൈതന്യത്തിൻ്റെ ദർശനം ഉണ്ടായി. മനസ്സിലായി, ഫീൽ ചെയ്തു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ശരീരങ്ങൾക്കുള്ളിലും ഡിവൈൻ ലൈറ്റാണ്. എല്ലാ ഡിവൈൻ ലൈറ്റും സുപ്രീം ലൈറ്റിൻ്റെ ഈശ്വരൻ്റെ മക്കളാണ്. അപ്പം ഭാര്യയെ പ്രതിയുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടി ശ്രേഷ്ഠ ഭാവനെ. ഇതും പരമാത്മാവിൻ്റെ സന്താനമാണ്, ഇതും പരമാത്മാവിൻ്റെ സന്താനമാണ്, ഇതും ഈശ്വരൻ്റെ. അത് മകനായാലും മകളായാലും മരുമകളാണെങ്കിലും എല്ലാവരും പരമാത്മാവിൻ്റെ മക്കൾ, ഈശ്വരൻ്റെ മക്കൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാഴ്ചപ്പാട് മാറി. ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് നിയന്ത്രണം വരാൻ തുടങ്ങി. അങ്ങനെ മെഡിറ്റേഷൻ, രാജയോഗ ധ്യാനം, ആത്മാവാണെന്ന ബോധത്തിലിരുന്ന് പരമാത്മാവിനെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ് രാജയോഗം. യോഗം മീൻസ് കണക്ഷൻ, സെൽഫും സുപ്രീമും തമ്മിലുള്ള കണക്ഷൻ. അതിനെ രാജയോഗം എന്ന് പറയാൻ കാരണം ഈ കണക്ഷനിലൂടെ ആത്മാവിൽ നിറയുന്ന, ഈ ബാറ്ററിയിൽ നിറയുന്ന ചാർജ് എന്നെ രാജ പവർ, റൂളിംഗ് പവർ, കൺട്രോളിംഗ് പവർ, എനിക്ക് എൻ്റെ തന്നെ സെൻസ് ഓർഗൻസിൻ്റെ മേലെ കൺട്രോള് കൊണ്ടുവരും. 88 വർഷം കൊണ്ട് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയം നിലകൊള്ളുന്നത് രാജയോഗ മെഡിറ്റേഷൻ എന്ന മൃതസഞ്ജീവനെ ഈ മുഴുവൻ വിശ്വത്തിന് പ്രദാനം ചെയ്യുകയാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം ഈ 5 ദുർവികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, വിദ്വേഷം, പക, ആലസ്യം, അശ്രദ്ധ, എല്ലാ നെഗറ്റിവിറ്റിയും, ഈ ഓരോ രാവണത്തലകളിലും കൺട്രോൾ, ഓരോ രാവണത്തലയും മുറിക്കാൻ നമുക്ക് കഴിയും. കാരണം രാവിലെ മുതൽ എത്ര തലകളാണ് നമുക്ക് ഓരോരുത്തർക്കും വരണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ തല പുറത്ത് ചാടുക, രാവണനെ പോലെ. വികാര വിക്ഷോഭങ്ങളുടെ തീരുമാനങ്ങളും വാക്കുകളുമാണ് വരുന്നത്. പിന്നെ അയ്യോ പറയേണ്ടിയിരുന്നില്ല, അയ്യോ ചെയ്യേണ്ടിയിരുന്നില്ല, അപ്പോഴേക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് രാജയോഗ ധ്യാനം നമ്മളെ, അവിടെയാണ് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണേ. കാരണം പുറത്തുനിന്നൊന്നും നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരികയല്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ കപ്പാസിറ്റി ഉണ്ട്. ആത്മാവിലുള്ളത് അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. അൺലിമിറ്റഡ് കപ്പാസിറ്റി, ആറ്റത്തിനേക്കാൾ പവർഫുള്ളാണ് ഓരോ ജീവാത്മാവും. അതുകൊണ്ടല്ലേ മഹാത്മാക്കളിലൂടെയും പുണ്യാത്മാക്കൾ ഇന്ന് നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഓരോരുത്തർ നമ്മളെപ്പോലെ ഒരു ശരീരം, നമ്മളെപ്പോലെ 2 കൈയും കാലും ഉള്ള ആൾക്കാർ എത്ര കാര്യങ്ങളാണ് ചെയ്യണം. നമ്മൾ പറയില്ലേ, ഓ ഇവർക്കുള്ള കയ്യിൽ 24 മണിക്കൂറേ ഉള്ളൂ, ഇവരുടെ കയ്യിൽ നമ്മളെപ്പോലെ മനസ്സ്, ബുദ്ധിയും കൈയും കാലും ഒക്കെ ഉള്ളൂ. എത്ര ശ്രേഷ്ഠ കാര്യങ്ങളാണ് ഈ നാടിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ഒരു കുടുംബത്തിനല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക്, മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി എത്ര സംഭാവനകൾ നൽകണം. അവരും നമ്മളെപ്പോലെ മാനവരാ. പക്ഷെ എന്താ വ്യത്യാസം? തൻ്റെ ഒരു സങ്കല്പം, ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കാതെ, ഒരു സങ്കല്പം പോലും വേസ്റ്റാക്കാതെ, ഒരു നെഗറ്റീവ് പോയിട്ടൊരു വേസ്റ്റ് തോട്ട് പോലും കൊണ്ടുവരാതെ, അത്രയും തൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തി, അപാരമായ അൺലിമിറ്റഡ് കപ്പാസിറ്റിയെ പോസിറ്റീവ് ഡയറക്ഷനിൽ ചാനലൈസ് ചെയ്യണം. ഇത്രയും നമുക്കും ചെയ്യാനുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ മനുഷ്യരല്ലേ, പച്ചയായ മനുഷ്യരല്ലേ എന്നൊക്കെ നമ്മൾ പറയും.
പക്ഷെ പച്ചയായിട്ടല്ല നമുക്കിരിക്കേണ്ടേ, പാകപ്പെടണം, പക്വത വേണം. പച്ചയായിട്ടിരിക്കുന്ന മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യും? തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. കാമത്തിൻ്റെ ചട്ടം, ക്രോധത്തിൻ്റെ ചട്ടം, അഹങ്കാരത്തിൻ്റെ ചട്ടം, ആവേശത്തിൻ്റെ പക, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വിഷാദം വായിച്ച്, നിരാശ വായിച്ച്, ഒന്നും ചെയ്യാനില്ല, ആലസ്യ കൊട്ടാരത്തിലിരിക്കും. ഇത് രണ്ടുമല്ല ലൈഫ്. വികാര വിക്ഷോഭ ചട്ടവുമല്ല ലൈഫ്, നിരാശ ബാധിച്ചിരിക്കലുമല്ല ലൈഫ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഒരേകരസവസ്ഥ. അതാണ് ഗീതയിൽ ഭഗവാൻ പറയണേ, സ്ഥിതപ്രജ്ഞൻ, ഏകരസവസ്ഥ. നിന്ദയും സ്തുതിയും മാനവും. ഇപ്പം 10 പേര് മീനാ സിസ്റ്ററുടെ മഹിമ പാടുമായിരിക്കാം, ഇപ്പുറത്ത് 100 പേര് ചിലപ്പോൾ നിന്ദിക്കുമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാവിലെ മുതൽ വൈകുന്നവരെ എൻ്റെ കർമ്മക്ഷേത്രത്തിൽ രാവിലെ മുതൽ എൻ്റെ സങ്കല്പവും വാക്കും കർമ്മങ്ങളും ശ്രേഷ്ഠമായിട്ട് എൻ്റെ ഉള്ളിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ, എത്രത്തോളം സത്യതയുടെ ശുദ്ധിയുടെ മാർഗത്തിലാണ് ഞാൻ പോകുന്നത്, എത്രത്തോളം നീതിയുടെ ന്യായത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ 10 പേര് മഹിമ പാടുമ്പോൾ എനിക്ക് ദുരഭിമാനം, ഈഗോയും ഉണ്ടാകില്ല. 100 പേരിപ്പുറത്ത് ആക്ഷേപിക്കുന്ന സമയത്ത്, നിന്ദിക്കുന്ന സമയത്ത് എനിക്ക് നിരാശയും ഉണ്ടാകില്ല. അതാണ് ഭഗവാൻ അർജുനോട് പറയണേ, നിനക്ക് വേണ്ടത് സ്ഥിതപ്രജ്ഞ ബുദ്ധിയാണ്, ഏകരസമായ ഒരു മൂഡാണ്. നമ്മുടെ ഈ മൂഡ് ചേഞ്ചിലാണ് എല്ലാ പ്രശ്നങ്ങളും സർവ്വകലഹക്ലേശങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ രാജയോഗ മെഡിറ്റേഷൻ അവിടെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണേ. നമ്മുടെ മൂഡ് സിറ്റുവേഷൻ തീർച്ചയായും ഇനിയും വേഴ്സ്റ്റ് ആവുന്ന ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. അത് നിങ്ങൾക്കും എനിക്ക് എല്ലാവർക്കും ക്ലിയറായിട്ട് അറിയാം. 5 വർഷത്തെ മുമ്പത്തെ അവസ്ഥയല്ല. ഒരു ഭാഗത്ത് വികസനമുണ്ട്, ടെക്നോളജി വളരുന്നുണ്ട്, സാധന സാമഗ്രികൾ കൂടുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ നോക്കിയാൽ ക്ലൈമറ്റ് ആകട്ടെ, മനുഷ്യൻ്റെ മാനസിക അവസ്ഥയാകട്ടെ, ഡേ ബൈ ഡേ കൂടുതൽ നമുക്ക് നിരാശ തരുന്നതാണ്. ഡെയിലി ന്യൂസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇപ്പം മെജോറിറ്റി ആൾക്കാർ, കൂടുതൽ പേരും ന്യൂസുകൾ ഓൺ ചെയ്യാറേ ഇല്ല. പലരും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹെഡ്ലൈൻസ് മാത്രം നോക്കും. കാരണം കേട്ടുകഴിഞ്ഞാൽ ഷോക്ക്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ കൂടുന്ന നെഗറ്റീവ് വാർത്തകൾ, നെഗറ്റീവ് സംഭവങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട് ഇതൊരു സമയമാണ്. ഈശ്വരൻ വന്നിട്ട് നമുക്ക് ഈ സന്ദേശമാണ് ഈ വിശ്വവിദ്യാലയത്തിലൂടെ നൽകണേ. സ്വയം ഭഗവാൻ, കാരണം ഇത് റിപ്പയറാക്കാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്ന ഒരു ടൈമല്ല. മനുഷ്യൻ്റെ മാക്സിമം എഫർട്ട് എടുക്കുന്നുണ്ട്. സ്വയം ഭഗവാൻ വന്ന് ഭൂമിയിൽ ഇടപെടുന്ന ഒരു ടൈമാണ്. ആ ഇടപെടൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈലൻറ്റ് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈലൻറ്റ് റെവല്യൂഷനിൽ ഒരു സൈലൻ്റായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കാണ്. അതകത്ത് നടക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ്. ആ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷനാണ് നമുക്കെല്ലാം ആവശ്യം. ഗുണവാനായി മാറുക, ശക്തിശാലിയായി മാറുക, ബാറ്ററി റീചാർജ് ചെയ്യുക. ഇതാണ് ഈ ഈശ്വര വിശ്വവിദ്യാലയത്തിലെ പഠിപ്പിൻ്റെ സാരം. കാരണം സമയമാണ്. കലിയുഗത്തിൻ്റെ നാളുകൾ പോകാൻ പോവാണ്. സത്യുഗത്തിൻ്റെ നന്മയുടെ നാള് വരാൻ പോവാണ്. രാത്രി മാറി പകലിന് വഴിമാറി കൊടുക്കുന്നത് പോലെ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചത് ഈ ന്യൂസും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറയുന്നത്, മക്കളെ, ഇതിത്രയും സർവശ്രേഷ്ഠമായ ഒരു മംഗളമുഹൂർത്തവുമാണ്. എന്താണ് ഈ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത? കലിയുഗത്തിൻ്റെ അധർമ്മത്തിൻ്റെ, അക്രമത്തിൻ്റെ, അനീതിയുടെ ഇത് ടൈമാണ്. കുടുംബങ്ങളിലിരുന്നു കൊണ്ട് നമുക്ക് കുടുംബസമേത അച്ഛനും അമ്മയും മക്കളും സഹിതം നമുക്ക് നമ്മുടെ വിചാരധാരയിലെ പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. ദൃഷ്ടിവൃത്തിയിൽ ഒരു പ്യൂരിഫിക്കേഷൻ, നമ്മുടെ കാഴ്ചപ്പാടിൽ കേവലം ആറ്റിറ്റ്യൂഡിലൊരു പ്യൂരിഫിക്കേഷൻ്റെ ആവശ്യമുള്ളൂ. ഈ ദേഹത്തിൻ്റെ ബോധത്തിൽ നോക്കുന്നതിന് പകരം എല്ലാ ശരീരത്തിലും ഇരിക്കുന്ന ആത്മസ്വരൂപം, ഡിവൈൻ ലൈറ്റിനെ നോക്കാൻ തുടങ്ങുമ്പോൾ ഡിവൈൻ ലൈറ്റ്, ആ കോൺഷ്യസ്നെസ് തന്നെ നമ്മുടെ ദൃഷ്ടികോണിനെ മാറ്റും. പിന്നെ ആണ് പെണ്ണ്, സ്ത്രീ പുരുഷൻ, കാമക്കണ്ണ് വർക്ക് ചെയ്യില്ല, ശത്രു ക്രോധം വരില്ല. എല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്, ഭഗവാന്റെ മക്കളാണ്. ഈ ഒരേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെയധികം മാറ്റം കൊണ്ടുവരും. അങ്ങനെ ഇന്ന് നമ്മൾ ഏതെല്ലാം
ബാഡ് ഫീലിങ്സ് കൊണ്ട് നമുക്കും കഷ്ടം, നമ്മൾ കാരണം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട്, മറ്റുള്ളവരിലെ മുള്ളു പോലെയുള്ള സ്വഭാവം കൊണ്ട് നമ്മൾ എത്ര വേദനിക്കണോ, നമ്മളിലെ മുള്ളുകൾ കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെത്ര ഡിസ്റ്റർബ് ആകുന്നു. ഈ മുള്ളുകളെല്ലാം പുഷ്പങ്ങളാക്കി മുള്ളിൽ നിന്ന് പൂവായിട്ട് മാറാൻ, അതാണ് നമ്മൾ ഭഗവാനോട് പാടിയിട്ടുള്ളത്, പതിതരെ പാവനമാക്കുന്ന പതിത പാവന വരൂ. ഇതാണ് പതിതം. ഏത്? മുള്ളു സ്വഭാവം, ദുഃഖം നൽകുന്ന സ്വഭാവം. ആ മുള്ളുകളിൽ നിന്നാണ് നമുക്ക് സുഖം നൽകുന്നവരായി മാറേണ്ടത്, സന്തോഷം നൽകുന്നവരായി മാറേണ്ടത്. അതിന് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഭഗവാൻ പറയുന്നത് സിമ്പിൾ കാര്യമാണ്. നിങ്ങൾക്കും ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഡെയിലി കിടക്കയിലിരുന്നുകൊണ്ട് 5 മിനിറ്റ് രാവിലെ മുതൽ വൈകുന്ന വരെയുള്ള നമ്മുടെ പാസ്ബുക്ക് ഒന്ന് തുറന്ന് നോക്കും. പാസ്ബുക്ക് ചെക്ക് ചെയ്തിട്ട് ഉറങ്ങും. ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ലാഭനഷ്ടത്തിൻ്റെ കണക്കെടുക്കാതെ നമ്മളാരും കിടക്കാറില്ല. എത്ര വൈകിയായാലും അന്നന്നത്തെ കണക്ക് നോക്കി ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മളൊക്കെ ഉറങ്ങാറുള്ളൂ. ഇന്നത്ര വരുമാനം, ഇന്നത്ര പ്ലസ്, ഇന്നത്ര മൈനസ്, അല്ലെങ്കിൽ ഇന്നത്ര ലാഭം, അല്ലെങ്കിൽ എത്ര നഷ്ടം. കാരണം നാളത്തെ പ്ലാനിങ് ഇന്ന് ചെയ്യണം, അതിന് കണക്ക് നോക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ജീവിതത്തിലും ചെയ്യേണ്ടത്. ഉറങ്ങണതിന് മുമ്പ് നോക്കുക, രാവിലെ ഉറങ്ങാൻ ഞാൻ കിടക്കയിൽ വന്നിരിക്കുന്ന ഈ സമയം വരെ എനിക്കെത്ര പ്ലസ് മൈനസ് ഉണ്ടായി, കണക്ക് പുസ്തകം തുറന്ന് നോക്കുക. ഈ ഇരുമുടിക്കെട്ടിൽ എന്താ പോയി വീണിരിക്കുന്ന ഫുൾ ഡേ? ഞാൻ എന്താ കൊടുത്തത് എല്ലാവർക്കും? ഞാൻ എന്താ എടുത്തത് എല്ലാവരിൽ നിന്ന്? ഈ ഇരുമുടിക്കെട്ടിൽ മുൻമുടിയിൽ പ്ലസ് ആണോ കൂടുതൽ അതോ മൈനസ് ആണോ കൂടുതൽ വീണിരിക്കുന്നത്? ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഡെപ്പോസിറ്റ് എന്താ? ഡെയിലി പാസ്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് തോന്നുകയാണ് പ്ലസ്സുകൾ കുറവാണ്, മൈനസ് കൂടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഭഗവാൻ പറയണേ, ബി കെയർഫുൾ, ടേക്ക് കെയർ. നമ്മളെല്ലാവരോടും പറയും ടേക്ക് കെയർ, സൂക്ഷിക്കണേ. യഥാർത്ഥത്തിൽ നമ്മളോടാണ് ഈ വാക്കാദ്യം പറയണ്ടേ. രാവിലെ മുതൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറി തോട്ട്സ് കൗണ്ട്സ്. ഒരു സങ്കല്പം, ഒരാളെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരണേ? ഞാൻ എങ്ങനെ ഓർമ്മിക്കണേ? എന്ത് തോട്ടാ വരണം? ഓരോ സങ്കല്പവും, സങ്കല്പത്തിൻ്റെ ക്വാളിറ്റി മുതൽ രാവിലെ മുതൽ ഞാൻ എങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ച് എത്ര പേരോട് സംസാരിക്കും നമ്മൾ, നേരിട്ടും ഫോണിലും. അതിലൂടെ ഇന്ന് എനിക്ക് എത്ര പ്ലസ് ഉണ്ടാക്കാൻ പറ്റി, എത്ര ഹൃദയങ്ങൾക്ക് സാന്ത്വനം കൊടുക്കാൻ പറ്റി, എത്ര മനസ്സുകൾക്ക് സുഖം കൊടുക്കാൻ പറ്റി, എന്തുപകാരം എനിക്കിന്ന് ചെയ്യാൻ പറ്റി. ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലും ആ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിച്ചവർ നന്നായിട്ടുണ്ടമ്മ, രുചിയുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതും ഒരു പ്ലസ് കിട്ടാൻ, നന്നായിട്ടുണ്ട്, രുചിയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ. അതിൽ വെറൈറ്റി 36 ഉണ്ടാവണം എന്നില്ല. അതിലൊരു കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അത് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അതിന് രുചിയുണ്ടാവും. സ്നേഹത്തോടെ ഉണ്ടാക്കാൻ, ഒന്നുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കണത്, മറ്റൊന്ന് സ്നേഹത്തോടെ കഞ്ഞി ഉണ്ടാക്കണം. രണ്ടാണ്. ഒന്ന് പണിയാണ്, മറ്റൊന്ന് സേവനമാണ്. അതാണ് ജോലിയും സേവനവും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മൾ ജോലിക്കാരാണ്, വീട്ടിൽ പോലും ജോലിക്കാരായി മാറി. പണ്ട് ഓഫീസിലാണ് ജോലി എന്ന് പറഞ്ഞത്. പക്ഷെ ഓഫീസിലും സേവന മനോഭാവം എപ്പോൾ വരുന്നു, അപ്പോഴാണ് നമ്മൾ സുഖം കൊടുക്കുന്നവരാകുന്നത്, സുഖം എടുക്കുന്നവരാകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ദീപം കൊളുത്തുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു നല്ല സങ്കല്പം എടുക്കാം. ഒന്ന്, നമുക്ക് സർവരെ പ്രതിയുള്ള ആരാകട്ടെ, ഈ ഭൂമുഖത്ത് ആര് തന്നെ ആകട്ടെ, അത് ഹിന്ദു ആവട്ടെ, മുസൽമാനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, പണക്കാരനാകട്ടെ, നമ്മുടെ കൂടെ ആരാകട്ടെ, പക്ഷെ എല്ലാവരെയും പ്രതിയുള്ള നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാ ശരീരങ്ങൾക്കുള്ളിലിരിക്കുന്നത് ആത്മസ്വരൂപങ്ങളാണ്. ഇത് 50-60 വർഷമുള്ള ഈ വസ്ത്രം, 50-60 വർഷമുള്ള ഈ മീന സിസ്റ്ററുടെ റോള്, അല്ലെങ്കിൽ 70 ആകാം, 80 ആകാം, അല്ലെങ്കിൽ 100 വയസ്സ് വരെ ആയുസ് ബോണസ് കിട്ടിയെന്നിരിക്കട്ടെ. പക്ഷേ ഈ വസ്ത്രവും ഒരു നാൾ എനിക്ക് കളയണം. ഇതിന്ന് ഞാൻ ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ് പോണേ, അടുത്ത വസ്ത്രം എടുത്ത് അടുത്ത വണ്ടി എടുക്കാനാണ് പോണേ. ഒരിടത്ത് ജനനം,
നമ്മൾ പറയില്ലേ, ഒരിടത്ത് മരണം ഒരിടത്ത് ജനനം. അപ്പം ഇവിടെ മരിക്കുന്നത് നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എവിടേക്ക് പോകണം, എനിക്ക് എങ്ങനെയുള്ള ശരീരം കിട്ടണം, ആരച്ഛനാകണം അമ്മയാകണം, ഇത് നമ്മൾ ഈ ഇരുമുടിക്കെട്ടിലെ പാസ്ബുക്കിൽ കൂടെ കൊണ്ടുപോകുന്നതിനനുസരിച്ചാണ്. അതുകൊണ്ട് ഇന്ന് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു 3 നല്ല സങ്കല്പങ്ങൾ എടുക്കാം. ഫസ്റ്റ്, നമുക്ക് നമ്മുടെ ഉള്ളിലും ഈ അവയർനെസ്, ഈ തിരി ആദ്യം തെളിയിക്കുക. വിളക്കിൽ തിരി തെളിയിക്കുന്നതിന് മുമ്പ് ശരീരമാകുന്ന വിളക്കിൽ ഞാനും ഒരു ഡിവൈൻ ബീയിങ് ആണ്, ഒരു ഡിവൈൻ ലൈറ്റാണ്. ആത്മാവിനെ കാണാൻ പറ്റില്ല, പക്ഷെ ആത്മാവ് ഒരു സ്പിരിച്വൽ എനർജിയാണ്. ഈ എനർജി കാരണമാണ് കേൾക്കാനും കാണാനും സംസാരിക്കാനും പറ്റണേ. കറണ്ട് കാണില്ല, പക്ഷെ മൈക്കിൽ ശബ്ദമുണ്ട്, അതുകൊണ്ട് അറിയാം കറണ്ട് ഉണ്ട്. ഫാന് കാറ്റ് തരുന്നുണ്ട്, കറണ്ടിനെ കാണാൻ പറ്റില്ല, പക്ഷെ കാറ്റ് ഫീൽ ചെയ്യാം. അപ്പം ഈ സെൻസ് ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ബീയിങ്ങിൻ്റെ കാരണത്താലാണ്. സോ നമ്മൾ ഓരോരുത്തരും ആ ബീയിങ് ആണെന്നുള്ള കോൺഷ്യസ്നെസ് നമ്മുടെ കൂടെ. വീട്ടിൽ നമ്മൾ 4 ആളുണ്ടെങ്കിൽ 4 ശരീരത്തിൽ 4 ബീയിങ് ആണ്, 4 പേരും ഭഗവാന്റെ മക്കളാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനപ്പോൾ കുറച്ച് എളുപ്പമാകും. ഒരു തെറ്റ് കണ്ടാലും തെറ്റ് പറ്റിയാലും, ഒരാളൊരു മോശവാക്ക് ശരി അൺകൺട്രോൾഡായിട്ട് പറഞ്ഞു പോയി, പോട്ടെ, അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം. അപ്പം നമുക്കൊരു പിണക്കുണ്ടാവില്ല, നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കില്ല, ദിവസങ്ങളോടെ മിണ്ടാതിരിക്കില്ല, വെറുപ്പുണ്ടാവില്ല, അകൽച്ചയുണ്ടാവില്ല. ഒരു വീട്ടിൽ തന്നെയാ, പക്ഷെ മനസ്സുകൊണ്ട് മതിൽ കെട്ടിയിരുന്നല്ലോ. അപ്പം അതുകൊണ്ടിപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് ഈ സങ്കല്പം വയ്ക്കാം. നമ്മൾ ഫോണിൽ കൂടെ ലോകത്തിലുള്ള എല്ലാവർക്കും ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും പറയും, പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരുടെ കൂടെ എൻ്റെ ജീവിതം എങ്ങനെയാണ്? എത്ര ഗുഡ് മോർണിംഗ് ഉണ്ട്, എത്ര ഗുഡ് നൈറ്റ് ഉണ്ട്. ഇവിടെ മെസ്സേജൊന്നും അയക്കണ്ടല്ലോ, ഇവിടെ കൂടെ ഉണ്ടല്ലോ. മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും നമുക്ക് എത്ര സമയമുണ്ട്? നമ്മൾ ബിസിയാണ്, വീട്ടിൽ വന്നാലും ബിസി. സിസ്റ്റർ നിങ്ങളെ ആരെയും പരിഹസിക്കോ കളിയാക്കോ ഒന്നുമല്ല, പക്ഷെ നമ്മൾ ചില റിയലൈസേഷൻ വേണം. നമുക്കെല്ലാവർക്കും ഓർമ്മ വേണം, നമ്മളെല്ലാവരും അല്പപ്രാണികളാണ്. നമ്മുടെ ആരുടെ ആയുസ്സിന് ഇപ്പം ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് നമ്മൾ വീടെത്തുന്ന പോലും നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ്. നമ്മൾ കേൾക്കണില്ലേ, ഇരിക്കുമ്പോൾ പോണു, നിൽക്കുമ്പോൾ പോണു, നടക്കുമ്പോൾ വീഴുന്നു പോണു. ഇത്ര പോലും ആയുസ്സില്ലാത്ത ഗ്യാരണ്ടി ഇല്ലാത്ത ജീവികൾ നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നു? വീട്ടിലാണെങ്കിലും ഫുൾ ഡേ ആരുടെ കൂടെ ഇടപെടും? ആരെയാണോ നമ്മൾ സ്വന്തം ബന്ധം എന്ന് പറയണേ? സ്വന്തം ബന്ധം, ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറയും, പക്ഷെ ഹൃദയം കൊണ്ട് ബന്ധം എത്രയുണ്ട്? ഇന്ന് നമ്മൾ ദീപം കൊളുത്തുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സങ്കല്പം ഇതെടുക്കണം. നമുക്ക് നമ്മളെ പ്രതി എല്ലാവരുടെയും ഹൃദയത്തിൽ എൻ്റെ അമ്മ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ എങ്ങനെ ഓർമ്മിക്കും? ഞാൻ ഇരുന്നാലും പോയാലും 2 കാര്യം, ഇരിക്കുമ്പോഴും പോകുമ്പോഴും. നമ്മൾ പോയതിന് ശേഷം നമുക്ക് ഇപ്പം മീന സിസ്റ്ററുടെ പ്രതിമയുണ്ടാക്കി ഒരു മന്ദിരം ഉണ്ടാക്കി പൂജിച്ചില്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നമ്മളുണ്ടാക്കുന്ന പ്രതിമ എന്താ? എല്ലാവരും നമ്മളെ എങ്ങനെ ഓർമ്മിക്കും? ഓർമ്മിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? ഒരു ഹീലിങ്ങിൻ്റെ ഫീലിംഗ് എന്നിൽ നിന്ന് അവർക്കുണ്ടാകണം. അതേത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു സുഖം, ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരാശ്വാസം. ചിലർ വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഓഹ് അവരൊന്ന് കണ്ടാൽ മതി, അവരുണ്ടായാൽ മതി, സാന്നിധ്യം മതി, ഒന്നും ചെയ്യണ്ട, ഇരുന്നാൽ മതി, ഇവിടെ വെറുതെ നിന്നാൽ മതി. നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യാറില്ലേ, നമ്മുടെ പൂർവികർ, മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്ങനെയുള്ള വിശേഷ പാർട്ടുധാരികൾ കടന്നു പോയതിന് ശേഷം ഇവിടെ കിടന്നാലും മതിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കട്ടില്ലായാലും മതിയായിരുന്നു, ഉണ്ടായാൽ മതിയായിരുന്നു, ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം അവരുടെ സാന്നിധ്യം തന്നെ നമ്മൾ അനേകരെ ഹീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹീലിംഗ് എനർജി എവിടെ നിന്ന് വരുന്നതാണ്? അത് ഈ ബീയിങ്ങിൽ നിന്ന് വരിക. ബീയിങ് കോൺഷ്യസ്നെസ്സിലേ അത് വരൂ. ഡൂയിങ് കോൺഷ്യസ്നെസ്സിൽ നമ്മളെപ്പോഴും കാര്യം നടക്കണം, കാര്യം നടത്തണം. അതിനുവേണ്ടി നമ്മൾ മെഷീൻസ് പോലെയായി മാറും. അവിടെയാണ് കാമക്രോധ ലോഭ മോഹ അഹങ്കാര മതമത്സര്യങ്ങൾ. ബീയിങ് ലൈഫിലേക്കുള്ള റിട്ടേൺ ജേർണിയുടെ ടൈമാണ് നമുക്കെല്ലാവർക്കും ഇത്.
നിങ്ങളെല്ലാവരും ദീപം കൊളുത്തുമ്പോൾ ആ സങ്കല്പം എടുക്കൂ. നമുക്ക് സിമൻറ്റും കല്ലും മണലും കൊണ്ടുള്ള സ്മാരകങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സുന്ദര മന്ദിരങ്ങൾ, സുന്ദര പ്രതിമകൾ, അതാണ് നമുക്ക് ജീവിതയാത്രയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും വലിയ അവാർഡ്. ഇപ്പം അവാർഡിൻ്റെ പിന്നാലെ ഓട്ടവും മത്സരവുമാണ്. ഏറ്റവും വലിയ അവാർഡ് ആദ്യം നമുക്ക് എവിടെ നിന്ന് കിട്ടണം? നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ നിന്ന് കിട്ടണം. പതി പത്നിക്ക് കൊടുക്കുന്ന അവാർഡ്, പത്നി പതിക്ക് കൊടുക്കുന്ന അവാർഡ്. ആരുടെ കൂടെയാണ് കൂടുതൽ സമയം നമ്മൾ ഇടപഴകണേ? ആരുടെ കൂടെയാണോ നമ്മൾ വർക്ക് ചെയ്യണേ? 30 വർഷം, 40 വർഷം, 50 വർഷം ആരുടെ കൂടെ ഇടപഴകുന്നോ ആ ഹൃദയങ്ങളിൽ നിന്ന് കിട്ടുന്ന ആശീർവാദം, അതാണ് ഏറ്റവും വലിയ അവാർഡ്. ആ അവാർഡ് ഇന്നും നാളെ ഉപയോഗപ്പെടും. കാരണം ആശീർവാദമാണ് നമ്മുടെ ഈ ബാങ്കിൽ വന്ന് വീഴുന്ന ഏറ്റവും വലിയ സാലറി, ഏറ്റവും വലിയ ഡെപ്പോസിറ്റ്. ബാക്കി നമ്മുടെ പേരിൽ എത്ര കോടികളുണ്ടെങ്കിലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഇരിക്കുമ്പോൾ ഉപയോഗപ്പെടാം, പക്ഷെ ഇത് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഡെപ്പോസിറ്റ് ഇത് മാത്രമാണ്. ഹൃദയങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ കിട്ടിയ ഡെപ്പോസിറ്റ്, ആ ഹീലിംഗ് എനർജി നമ്മുടെ കൂടെ വരുള്ളൂ. ഈ അവാർഡും പുരസ്കാരങ്ങളും മാത്രമാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ഈ പ്രതിമകളാണ് നമ്മുടെ കൂടെ വരിക. ഈ സ്മാരക മന്ദിരങ്ങളാണ് നമുക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ വേണ്ടത്. ഇന്ന് നോക്കൂ, 33 കോടി ദേവീ ദേവതകളെ ആരാധിക്കുന്ന, ക്ഷേത്രങ്ങളുണ്ടാക്കി വിധിപൂർവ്വം പൂജ ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം. എന്തുകൊണ്ട് പൂജ? ഈ 33 കോടിക്ക് അവരുടെ ദിവ്യ ഗുണങ്ങൾ കാരണമാണ് പൂജിക്കുന്നത്. ആ മുഖം ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് ഹീലാവും, ഇല്ലേ? അപ്പം അതുകൊണ്ട് ഇന്ന് ദീപം കൊളുത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ആ ഒരു ലക്ഷ്യം വയ്ക്കാം. എങ്ങനെയാണ് ഒരു ദേവൻ, ഒരു ദേവി ശ്രീകോവിലിൻ്റെ ഉള്ളിലിരുന്ന് അവർ നമ്മളോടൊന്നും വായിക്കൊണ്ട് വായി തുറന്ന് സംസാരിക്കണില്ല, ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. നമ്മളാണ് അവിടെ പോയിട്ട് ശബ്ദം ഉണ്ടാക്കണത്, നമ്മളാണ് എല്ലാ പരാതിയും പരിഭവവും പറയണേ. നിശബ്ദമായിട്ട് പക്ഷേ എത്ര ഹീലിംഗ് എനർജിയാണ് നമുക്ക് തരണേ. ആ ഫേസ് പോലും, ആ മുഖം പോലും നമ്മളെ ഹീൽ ചെയ്യണം. നമുക്ക് ദീപം കൊളുത്തുമ്പോൾ എല്ലാവരും ആ ഒരു സങ്കല്പം നമുക്ക് എല്ലാവർക്കും എടുക്കാം. നമ്മുടെ സാന്നിധ്യം എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും, അത് ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഗേറ്റ് കീപ്പറിൽ നിന്ന് തുടങ്ങി ഓഫീസിൻ്റെ തലപ്പത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റിലിരിക്കുന്ന ആൾ വരെ നമ്മൾ ഇടപഴകി കടന്നു പോകുന്ന ആളാണ്. MDയുടെ അടുത്ത് എല്ലാവരും വിഷയം, പക്ഷേ ആ ഗേറ്റ് കീപ്പറിൻ്റെ അടുത്തുനിന്ന് ആണ് നമ്മൾ അങ്ങോട്ട് പോണേ. ഗേറ്റ് കീപ്പറെ കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഇടപാട് എങ്ങനെയാണ്, മുഖം എങ്ങനെയാണ്, അവിടുന്ന് തുടങ്ങണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. അതും ഒരു ആത്മചൈതന്യമാണ്, അത് നമ്മുടെ ഒരു സഹോദരാത്മാവാണ്, അതും ഭഗവാന്റെ കുട്ടിയാണ്, അതും ഭഗവാന്റെ കുട്ടിയാണ്. ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നമുക്കെല്ലാവർക്കും ആ ഒരേ ഒരു നാടേ വിശ്വേശ്വരൻ്റെയാണ്, ഈ പ്രദേശമേ നമ്മൾ കേട്ടിട്ടില്ലേ, യാഗക്കരയാണ്. യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്ന ചിത്രം? സ്വാഹ അല്ലേ? അതല്ലാത്തതെല്ലാം സ്വാഹ ചെയ്യാനുള്ള ടൈമാണ്. കാമക്രോധ ലോഭമോഹ ദുർവികാരങ്ങളെല്ലാം മുള്ളുകളെ സ്വാഹ ചെയ്യാനും പുഷ്പങ്ങളായി മാറാനും വേണ്ടി ഭഗവാൻ ഈ ഭൂമിയിൽ ആരംഭിച്ച ഒരു യജ്ഞമാണ് ഈശ്വര വിശ്വവിദ്യാലയം. ഇതിലൂടെയുള്ള ഡെയിലി ടീച്ചിങ്സ്, നിത്യ സത്സംഗമാണ് ഇവിടുത്തെ പ്രത്യേകത. നിത്യ സത്സംഗം, ഡെയിലി സത്സംഗം 1 hour. ആദ്യം ഒരു 7 ദിവസത്തെ മെഡിറ്റേഷൻ്റെ കോഴ്സ് ഉണ്ട്. രാജയോഗ ധ്യാനത്തിന് ഒരു ദിവസം 1 മണിക്കൂർ വീതം. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ ബ്രാഞ്ചും ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടോ എല്ലായിടവും എല്ലാ ദിവസവും ടീച്ചിങ്സ് ഉണ്ട്. മെഡിറ്റേഷൻ്റെ കോഴ്സ് ഇത് സ്വയം ഭഗവാൻ ടീച്ചറായി പഠിപ്പിക്കുന്നത് കൊണ്ട്, അച്ഛൻ നമ്മൾ മക്കളെന്ന ഫീസ് വാങ്ങിയിട്ടല്ല പഠിപ്പിക്കണേ. അതുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ സേവനങ്ങളും സൗജന്യമായിട്ടാണ്, വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാ. പഠിക്കുക, ഭഗവാൻ പറയണ പഠിക്കൂ, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പോയി എല്ലാവരെയും പഠിപ്പിക്കൂ, ഷെയർ ചെയ്യൂ, കിട്ടിയ നല്ലതെല്ലാവർക്കും നൽകൂ. അങ്ങനെയാണ് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനം. ഒരു വയൽ നിന്ന് അടുത്ത വയലിലേക്ക്, ഒരു കുടുംബത്തിൽ നിന്ന് അടുത്ത കുടുംബങ്ങളിലേക്ക്, ഒരു കുടുംബത്തിനുണ്ടായ നന്മ അടുത്ത കുടുംബത്തോട് ഷെയർ ചെയ്യുന്നതാണ് ഇവിടുത്തെ അഡ്വർടൈസ്മെൻറ്റ്. വേറെ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല. 88 വർഷം കൊണ്ട് ഈ രീതിയിലാണ് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനം വിശ്വമെമ്പാടും നടക്കുന്നത്.
ഇന്ന് യൂറോപ്യൻ കൺട്രീസിലും അറബ് കൺട്രീസ് ഉൾപ്പെടെ ഈ ആധ്യാത്മിക സേവനത്തിൻ്റെ ലാഭം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ടാണ് 145 രാജ്യങ്ങളിൽ ഇതിലെ സേവനങ്ങൾ നടക്കണേ. അപ്പം നമ്മൾ ഭാരതീയർ എത്ര ഭാഗ്യശാലികളാണ്. കാരണം പരമേശ്വരൻ്റെ അവതരണ ഭൂമി ഭാരതമാണ്. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യമാണ് ഈ രാജയോഗത്തിൻ്റെ വിദ്യ. അതുകൊണ്ട് സിസ്റ്റർക്ക് നിങ്ങളെല്ലാവരോടുമുള്ള റിക്വസ്റ്റ്, നിങ്ങളും നിങ്ങളുടെ കുടുംബവും വിചാരിക്കില്ല ഇത് കുട്ടികളെ എന്നാ പഠിപ്പിക്കാം, അങ്ങനെ മാത്രം ചിന്തിക്കരുത്. നമ്മളെല്ലാം ഭഗവാന്റെ കുട്ടികളാണ്. നമുക്കെല്ലാവർക്കും ഈ പഠിപ്പിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും കലിയുഗയിൽ നിന്ന് സത്യയുഗിയാക്കാനുള്ള ടൈമാണ്. എല്ലാവർക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാനുള്ള ടൈമാണ്. അപ്പം അതുകൊണ്ട് വിളക്ക് കൊളുത്തുന്ന സമയം നിങ്ങളെല്ലാം ഈ ശ്രേഷ്ഠ സങ്കല്പം എടുക്കൂ. നമുക്കുമുള്ളിൽ ദീപം തെളിയിക്കണം. നമ്മളിലെ വെളിച്ചം നമുക്ക് കൊണ്ടുപോയി ബാക്കി എല്ലാവർക്കും കൊടുക്കണം. അപ്പം നാളെ മുതൽ മെഡിറ്റേഷൻ്റെ കോഴ്സ് ഇവിടെയും നമ്മുടെ ഹരിതനഗറിൽ നമ്മുടെ കൃഷ്ണമോഹൻ ഭായിയുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു പാഠശാല നടക്കുന്നുണ്ട്. ഏറ്റവും നിയറസ്റ്റ് നാളെ മുതലൊരു പുതിയ മെഡിറ്റേഷൻ്റെ കോഴ്സ് നമ്മൾ വൈകുന്നേരം 4 to 5 ഒരു ബാച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് പറ്റില്ല, വേറൊരു സമയം വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ സമയത്തും കുടുംബസമേതം വേണമെങ്കിൽ എടുക്കാം. അല്ല നിങ്ങളുടെ കുടുംബം 10 കുടുംബങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾ ക്ഷണിച്ച നമ്മൾ സഹോദരിമാർ എവിടെ വേണമെങ്കിലും വന്ന് നിങ്ങളുടെ സേവനം, സമൂഹത്തിൻ്റെ സേവനം, ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം നമ്മൾ വോളണ്ടറി ആയിട്ട് നമുക്ക് ഈ സത്യം അറിഞ്ഞപ്പോൾ ഈ സത്യധർമ്മത്തിൻ്റെ നീതിയുടെ ഈ വെളിച്ചം എല്ലാവർക്കും നൽകണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ സേവനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വിശ്വവിദ്യാലയത്തിൻ്റെ സേവനം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കും. അത് ക്ഷേത്രത്തിലായാലും കുടുംബങ്ങളിലായാലും കൂട്ടായ്മകളിലാണെങ്കിലും റെസിഡൻഷ്യൽ കോളനിയിൽ എവിടേക്ക് കുറച്ച് പേര് കൂട്ടായ്മകൾ എവിടെയുണ്ടോ, അല്ല നിങ്ങളുടെ ഓഫീസ് കൂട്ടായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ 10 പേര് 15 പേര് 20 പേരുണ്ട്, നിങ്ങൾ അവിടേക്ക് ക്ഷണിച്ചാലും എവിടേക്ക് വേണോ, എവിടെയെല്ലാം നമ്മുടെ സഹോദരാത്മാക്കളുണ്ടോ, എവിടെ നിങ്ങൾ ഇതിൻ്റെ സേവനത്തിൻ്റെ ലാഭം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഭഗവാൻ നമുക്കെല്ലാവർക്കും ഇപ്പോൾ അവസരം തന്നിരിക്കുകയാണ്. ഈശ്വരീയൻ നൽകിയിരിക്കുന്ന ഈ ഗോൾഡൻ ചാൻസിൻ്റെ ലാഭം നിങ്ങളും എടുക്കൂ, നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കൂ. ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റിയൊരു ടൈമാണ്. അപ്പം നമ്മൾ ലാഭം എടുക്കണം. പിന്നെ നാളെ നമുക്കൊരു സമയം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൈയും കാലും എല്ലാം ഓരോ ദിവസം കഴിയും തോറും ആയുസ് കുറയുകയാണ്, അല്ലേ, പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും ഈ വണ്ടി അനുകൂലമായ ഒരു സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും ആരോഗ്യമുണ്ട്. നമുക്കതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം. ഈ സമയം നമ്മൾ മാക്സിമം ലാഭം എല്ലാറ്റിൻ്റെയും എടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളെല്ലാവരും വന്നതിൽ ഒരിക്കൽ കൂടി സന്തോഷം. നമുക്കെല്ലാവർക്കും ദീപധ്യാനം, ദീപം കൊളുത്തൽ നമ്മളൊരു ദീപധ്യാനം എന്ന സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാം. അല്പസമയം ധ്യാനത്തിലിരുന്ന് നമ്മളിപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു കൈവിളക്കായി മാറാനുള്ള സങ്കല്പധ്യാനം നമുക്ക് ചെയ്യാം. നിവർന്നിരിക്കാം, സ്വസ്ഥമായിരിക്കും, കൈകാലുകൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. വളരെ വളരെ സ്വസ്ഥമായി ശരീരം കൊണ്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കും. കഴിയുമെങ്കിൽ നട്ടെല്ലെന്ന് പറഞ്ഞിരിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ബുദ്ധി അലർട്ടാക്കി വയ്ക്കും. യാഗക്കരയിൽ വിശ്വേശ്വരന് സമീപത്ത് ഭഗവാന്റെ ഈ സത്സംഗത്തിലിരിക്കുന്ന ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88ാം സംവത്സരാഘോഷവേളയിലാണ്. ഈ സത്സംഗത്തിൻ്റെ അവസരം ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസാണ്, ഗോഡ്ലി ഇൻവിറ്റേഷനാണ്. ഭഗവാൻ നൽകിയ ക്ഷണം മനസ്സാ സ്വീകരിച്ച് ഞാൻ
ഭഗവാന്റെ മടിത്തട്ടിലെത്തിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ദേഹമാകുന്ന ഈ വിളക്കിൽ ആത്മദീപം തെളിയിക്കാം. ശരീരമാകുന്ന വിളക്കിൽ ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക്, മുഖത്തിലേക്ക്, പാവനമായ നെറ്റിത്തടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. നെറ്റിത്തടത്തിനുള്ളിൽ തിലകം ചാർത്തുന്ന സ്ഥാനത്ത് ശിരോമധ്യഭാഗത്ത് കിടാവിളക്ക് പോലെ തെളിഞ്ഞുന്ന ആത്മദീപമാണ് ഞാൻ. ഡിവൈൻ എനർജി, സ്പിരിച്വൽ ലൈറ്റ്, ആത്മീയ ഊർജ കണികയാണ് ഞാൻ. ആത്മീയ ഊർജമാണ് ശരീരമാകുന്ന ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നത്. സാരഥിയെ പോലെ ദേഹമാകുന്ന രഥം എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ വേറെയാണ്, ദേഹം വേറെയാണ്. ഞാൻ ശരീരത്തിലാണ്, പക്ഷേ ഞാൻ അശരീരിയായ ആത്മീയ ഊർജ കണികയാണ്. ഡിവൈൻ എനർജി. ശാന്തമായൊരു വെളിച്ചമാണ് ഞാൻ. I am peaceful. ശുദ്ധമായ ആത്മസ്വരൂപമാണ് ഞാൻ. ശക്തിശാലിയായ ആത്മചൈതന്യമാണ് ഞാൻ. സത് ചിത് ആനന്ദസ്വരൂപമാണ് ഞാൻ. ഞാനാണ് സത്യം, ഞാനാണ് ചൈതന്യം, ഞാൻ ആനന്ദസ്വരൂപവുമാണ്. ആത്മീയ ചൈതന്യ പ്രഭ കേശാദിപാദം, തലച്ചോറ് മുതൽ കാൽപാദം വരെ ആത്മീയ ഊർജ പ്രസരണമാണ്. ശാന്തിയുടെ ശീതളമായ ഊർജമൊഴുകി മുഖവും കഴുത്തും നാഡീഞരമ്പുകളും നെഞ്ചും ഉദരഭാഗങ്ങളും കൈകാലുകളും അംഗപ്രത്യംഗങ്ങളെല്ലാം ആത്മീയ ഊർജത്തിൻ്റെ ശാന്തമായ പവിത്രമായ ദിവ്യമായ ഊർജമൊഴുകി ശരീരവും ഹീലാക്കുകയാണ്. ടോട്ടൽ ബോഡി ശുദ്ധമായ പവിത്രമായ ഓറയ്ക്കുള്ളിൽ മനസ്സും ശരീരവും ഹീലാകുകയാണ്. മനസ്സ് നിറയെ ഒരു വെളിച്ചം മാത്രം. ഞാനും ഒരു വെളിച്ചം. എനിക്ക് ചുറ്റും
ആത്മീയമായ വെളിച്ചം വെളിച്ചത്തിൻ്റെ അടുത്തേക്ക്, പരമപ്രകാശത്തിനരികിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക്, വിശ്വേശ്വരൻ്റെ മടിത്തട്ടിലേക്ക് മനസ്സുകൊണ്ടൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ഞാൻ. ദേഹവും ദേഹത്തിൻ്റെ ലോകത്തിനുപരി ഭൂമിക്കും ആകാശത്തിനുമപ്പുറം സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുമകലെ ബ്രഹ്മാണ്ഡത്തിൻ്റെ നിറകയിൽ കുടികൊള്ളുന്ന പരമ്പൊരുളിനരികിലേക്ക്, പരമേശ്വര സന്നിധാനത്തിലേക്ക്, വിശ്വേശ്വര സന്നിധാനത്തിലേക്ക്, സൈലൻസ് വേൾഡിലേക്ക്, പരമശാന്തിയിൽ, ടോട്ടൽ സൈലൻസ്, എൻ്റെ സങ്കല്പങ്ങൾ പോലും സൈലൻ്റ് ആകുകയാണ്. നിശബ്ദതയുടെ സംഗീതം സൈലൻസിൻ്റെ സ്വീറ്റ്നെസ്, ശാന്തിയാണ്, പീസ്, ഫുൾ ഓഫ് പീസ്, പരിപൂർണ ശാന്തിയാണ്. ശാന്തി നിറഞ്ഞ് സദാ ശാന്തിയിലിരിക്കുന്ന ശിവം ശിവകരം ശാന്തം, സദാ ശാന്തിയിലിരിക്കുന്ന ശാന്തിയുടെ കടലായ പരമേശ്വരൻ്റെ മടിത്തട്ടിലാണ് ഞാൻ. ഭഗവാന്റെ മടിയിൽ ശാന്തിയുടെ സമുദ്രത്തിൽ മുങ്ങി ഭഗവാനാകുന്ന ശാന്തിക്കടലിൽ മുങ്ങിത്താഴുകയാണ്. ഓഷൻ ഓഫ് പീസ്. ഞാനും ഭഗവാനും കേവലം ലൈറ്റും മൈറ്റും മാത്രം. ലൈറ്റ് 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 മുഴുവൻ മൈറ്റാണ്. Power of peace. Peaceful vibrations. സർവശക്തിവാന്റെ
ശക്തികളുടെ കിരണങ്ങൾ സഹസ്രകോടിക്കരങ്ങൾ പോലെ ആ വൈബ്രേഷൻസ് എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. പ്രഭുപ്രസാദം, ശിവപ്രസാദം, ഭഗവാൻ നൽകുന്ന യഥാർത്ഥ പ്രസാദം പൂജിക്കുകയാണ് ഞാൻ. പരമമായ ശാന്തി, പരിപൂർണ സമാധാനം, ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇതാണ് എനിക്ക് വേണ്ടത്. ഇതിനാണ് ഞാൻ ഓടിയതെല്ലാം. ഈ സുഖം, അതീന്ദ്രിയമായ ഈ സുഖം, ഇന്ദ്രിയങ്ങൾക്കെല്ലാം അപ്പുറം ആത്മാവായ ഞാൻ പരമാത്മാവിൽ നിന്ന് അനുഭവിക്കുന്ന ഈ ആത്മീയ സുഖം, ഈശ്വരീയാനന്ദം എനിക്ക് നൽകുന്ന സമാധാനം, എല്ലാം മറക്കാൻ, എല്ലാം മറന്ന് കേവലം കേവലം ഈശ്വരീയാനന്ദം മാത്രം. ഈ സുഖം, ഈശ്വര ചൈതന്യം, പ്രഭുപ്രസാദം, പരമേശ്വര പ്രസാദം ഭഗവാന്റെ മക്കൾക്കെല്ലാം സദാ അനുഭവിക്കാൻ കഴിയട്ടെ. സർവാത്മാക്കൾക്ക് ലഭിക്കട്ടെ. പരമേശ്വര ചൈതന്യമൊഴുകി സർവ കുടുംബാംഗങ്ങൾക്കും വീടുകളിലേക്ക് യാഗക്കര മുഴുവൻ ഈ ദേശവും പ്രദേശവും കടന്ന് നാട് മുഴുവൻ ഈ പ്യുവർ പോസിറ്റീവ് വൈബ്രേഷൻസ് പരമേശ്വര ചൈതന്യത്തിൻ്റെ ശാന്തമായ ഊർജപ്രവാഹം എല്ലാ മനസ്സുകൾക്കും സർവചരാചരങ്ങൾക്കും പരിപൂർണ സുഖം നൽകട്ടെ. മനസ്സുകളെല്ലാം ഹീലാവട്ടെ. പഞ്ചതത്വങ്ങളും സദോ ഗുണിയാകട്ടെ. സർവർക്കും മംഗളമുണ്ടാകട്ടെ. സർവർക്കും മംഗളം. ഓം ശാന്തി.
ഓം ശാന്തി. ഓം ശാന്തി. അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ആദ്യമായി ആദരണീയനായ രാജ്മോഹൻ നായർ, ഡയറക്ടർ, തങ്കം ഹോസ്പിറ്റൽ ഓഫ് PMRC. ഓം ശാന്തി. ഞാൻ ഇന്നൊരു പ്രഭാഷണമൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലല്ല വന്നത്. അതും മീനാജിയുടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ വാ തുറക്കുന്നത് തന്നെ ശരിയില്ല. ഇത്ര നല്ലൊരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു. എന്നാലും 2 വാക്ക് ഞാൻ പറയാം. ഇന്ന് നമ്മൾ ബ്രഹ്മകുമാരീസിൻ്റെ 88th ആനിവേഴ്സറി ആഘോഷിക്കാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. റീസെൻ്റ്ലി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സിസ്റ്റർ വന്നിട്ട് 3 ദിവസത്തെ ക്ലാസ് എടുത്തിരുന്നു. 2 വാക്ക് അതിനെപ്പറ്റി പറയാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരാൾ എന്നടുത്ത് ചോദിച്ചു, ഇതുകൊണ്ട് എന്ത് നേടാനാണ് രാജ്മോഹൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതാണ് ഇന്നത്തെ നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ചോദ്യം. ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യണത്. നമുക്ക് സുഖവും സമാധാനവും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യത്തിന് പുറകെ മാത്രമാണ് ഓടണത്. എന്താണത്? പൈസ, പൈസ, പൈസ. എന്ത് കിട്ടി? സ്വർണം കിട്ടിയോ, മറ്റത് കിട്ടിയോ, മറിച്ചത് കിട്ടിയോ, ഇല്ലേ? അതാണ് നമുക്കുണ്ടാകുന്നത്. ആ ഇതിൽ നമുക്ക് സുഖവും ഉണ്ടാകുന്നില്ല, സമാധാനം ഉണ്ടാകുന്നില്ല, ശാന്തിയും ഉണ്ടാകുന്നില്ല. ഇതിന് ഉള്ള വഴിയാണ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം തേടുന്നത്. അതിനു വേണ്ടിയാണ് സിസ്റ്റർ അന്ന് വന്നിട്ട് 3 ദിവസത്തെ ക്ലാസ് എടുത്തത്. അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ പൊതുജനം എപ്പോഴും ചോദിക്കുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യണത്. നമ്മൾ കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമാണ്, സിസ്റ്ററിനെ പോലത്തെ ആൾക്കാരിൽ നിന്ന് നമുക്ക് കുറച്ച് വഴികൾ കാണിച്ചു തരാൻ. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ കുറേ സമാധാനവും സുഖവും നമുക്കുണ്ടാവും. അത് ഉറപ്പാണ്. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അറിയാം, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ നമ്മളെപ്പോഴും തേടുന്നത് ഇത് ചെയ്തിട്ട് എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും. ഈ 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. കഴിയമ്പ്രം ഗോപി സാർ, മാനേജർ, ശ്രവണ സംസ്കാര ഹയർ സെക്കൻഡറി സ്കൂൾ, വെസ്റ്റ് യാക്കര. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 1.5 മണിക്കൂർ നേരം മീനാജിയുടെ പ്രസംഗമല്ല, കഥ പറച്ചൽ, ആധ്യാത്മികമായ കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള മീനാജിക്ക് എൻ്റെ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം 1.5 മണിക്കൂർ നേരം ഞാനിവിടെ ഇരുന്നത് അറിഞ്ഞതേയില്ല. ഒരു കഥ കേൾക്കുന്ന രൂപത്തിൽ തികച്ചും ആധ്യാത്മികമായ കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തന്ന മീനാജിക്ക് എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി. 88ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം യാക്കരയിൽ 10 വർഷമായി 10 വർഷം യാക്കരയിൽ
നടത്തിക്കൊണ്ടുവരുന്ന ഈ പാഠശാലയ്ക്ക് അതിനുവേണ്ടി സമയവും ഊർജവും ചെലവഴിച്ച അതിൻ്റെ സംഘാടകർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ ടി ഉദയ ദിവാകരൻ, ഉദയ ആയുർവേദ റിസോർട്ട്, യാക്കര, പാലക്കാട്. ഓം ശാന്തി. നമ്മുടെ നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനൊരു പ്രസംഗം കേൾക്കാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ എല്ലാവിധ സംഘാടകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ ഓണറായ നമ്മുടെ പുഷ്പ മേഡവും ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം. മീനാജിയുടെ ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷമായി. ഇവിടെ വന്ന് നമ്മൾക്കിത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മണ്ഡപം കൊടുക്കാൻ സാധിച്ചാലും സന്തോഷമുണ്ട്. എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. നമസ്കാരം. അടുത്തത് വിശ്വേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായ സുകുമാരൻ സാറും ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. സംപൂജ്യ മീന സിസ്റ്റർ, വേദിയിലും ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. മീന സിസ്റ്ററിൻ്റെ ഗോപി പറഞ്ഞ മാതിരി ഇത്രയും നന്നായിട്ടുള്ള ആ ഒരു പ്രഭാഷണത്തിന് ശേഷം നമ്മളെന്താ പറയുക, അതാണ് അതിലത്തെ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ ആദ്യം സംസാരിച്ചിട്ട് മീന സിസ്റ്റർ സംസാരിച്ചതാണെങ്കിൽ നമ്മളെ ശാന്തിയിൽ തന്നെ നമുക്കും പോകാമായിരുന്നു. നമ്മളുടെ ആ പീസ് ഓഫ് മൈൻഡ്, ആ ഒരു നമ്മൾ ആ നിശ്ചലത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഉണർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ അനേകം ഗുരുക്കന്മാരുണ്ട്. പാശ്ചാത്യ രാജ്യത്തിൽ 1-2 ഗുരുക്കന്മാരേ ഉള്ളൂ. ഈ എല്ലാ ഗുരുക്കന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ആത്മസാക്ഷാത്കാരമാണ്. അതിനെയാണ് മീന സിസ്റ്റം പറഞ്ഞത്. നമ്മുടെ ആത്മസാക്ഷാത്കാരം പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ അറിയണം. ഈ ബ്രഹ്മവും ആത്മാവും ഒന്നാണ്. ഇത് തന്നെയാണ് ആനന്ദവും. അപ്പോൾ നമുക്ക് നമ്മളെ അറിയുമ്പോൾ ആ പരമാനന്ദം നമുക്ക് കിട്ടും. ഭക്തി എന്ന്, ഇത് നാരായണ ഗുരുവിൻ്റെ ദർശനമാലയിലുള്ള ഒരു ഭക്തി ദർശനത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആനന്ദമാണ്. ഈ ധ്യാനിച്ച എന്ത് കിട്ടും പറയുമ്പോൾ ആ ഒരു ബ്ലിസ്, അസാധാരണമായ ഒരു ആനന്ദം കിട്ടും. ഈ ആനന്ദം ആണ് നമ്മൾ ബ്രഹ്മത്തിനെ അറിയുമ്പോഴും. ഇത് പല ഗുരുക്കന്മാർ പല രീതി പറഞ്ഞു തരും. എല്ലാ ഗുരുക്കന്മാരും നമ്മൾ കൊണ്ട് എത്തിക്കുന്നത് ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഇവിടെ വന്ന് തന്നിരിക്കുന്ന ധ്യാനത്തിൽ കൂടിയും പോവാം. ഞാൻ പോണ രീതി വാസിയോഗത്തിൽ കൂടിയും ഇതിൽ നാരായണ ഗുരുവിൻ്റെ കൃതിയിൽ കൂടിയാണ് പോണത്. അതിലും ആകാം. പിന്നെ എല്ലാ ഗുരുക്കന്മാരുടെ കാര്യത്തിൽ നമുക്ക് വരാം. ഈ ആനന്ദം കിട്ടാൻ, ഈ ആനന്ദം പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മളാണ് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മീന സിസ്റ്ററിൻ്റെ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയപ്പോൾ നമ്മളാണല്ലോ അനുഭവിച്ചത്. നമ്മളൊരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞു, ഭാര്യ ഭർത്താവും അവരുടെ ഒരു മിങ്കിളിങ്ങൊക്കെ കുറിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകമായിട്ടൊരു സന്ദർഭത്തിൽ വെഡ്ഡിങ് ഡേയോ ബർത്ത്ഡേ അല്ലാണ്ടൊരു അപ്രതീക്ഷിതമായിട്ടൊരു സാരി വാങ്ങിക്കൊടുത്താൽ അവർക്ക് ആ കളറോ ആ ഡിസൈനോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ സന്തോഷിച്ച് വാങ്ങിക്കൊണ്ടുവന്നല്ലോ പറഞ്ഞ് അവരെല്ലാം പറയും. നന്നായിട്ടുണ്ട് പറയും. പക്ഷേ എനിക്കവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം കാണുമ്പോൾ ആരാ അനുഭവിക്കണം? ഞാനാണ്. ആ സാരിയോ അല്ല, എൻ്റെ ഭാര്യയോ അല്ല. അതേ സമയത്ത് എൻ്റെ ഭാര്യയും തന്നെ എനിക്ക് വേണ്ടിയിട്ട് വല്ല കാര്യം ചെയ്തു തന്നാൽ, ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവണം പറഞ്ഞിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അതിൽ ചിലപ്പോൾ എരിവ് കൂടുകയോ ഉപ്പ് കൂടുകയോ ചെയ്താലും അയ്യോ നന്നായിട്ടുണ്ട് പറഞ്ഞാൽ ആ ആനന്ദം ആർക്കാ കിട്ടണം? അവർക്കാ കിട്ടണം. അപ്പോൾ ആനന്ദം നമ്മൾ മാത്രം അനുഭവിക്കുന്നതാണ്. ഈ ധ്യാനത്തിൽ കൂടിയും നമ്മൾ ആനന്ദത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചതിനാൽ നന്ദി, നമസ്കാരം.